ഓം നമോ നാരായണായ. 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യൽകൃപാദമഹം വന്ദേ സൽഗുരും തം നമാമി. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശിഖം യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാസത്രത്തിൽ ഇനി ചിന്തിക്കേണ്ടുന്നതായ ഭാഗം ദ്വിതീയസ്കന്ധം 8, 9, 10 അധ്യായങ്ങളാണ്. കലികാലത്തെ സ്വാധ്യായ ഗ്രന്ഥമായി അനുഭവസമ്പന്നന്മാരായ ആചാര്യന്മാരെ അരുളി ചെയ്തിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ശ്രീമദ് ഭാഗവതത്തെ അധികരിച്ചുള്ളതായ സത്ര സത്സംഗ വേദികൾ ധാരാളമായി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതായി കാഴ്ച കാണാൻ സാധിക്കുന്നു. അന്നഗത പ്രാണന്മാരായ കലികാല ജനതയ്ക്ക് ശാന്തിയും സമാധാനവുമേകാൻ നേരായ മാർഗം ഇതുതാൻ ഇതിനസധൈര്യം പാരിൽ പരം കരുണയാൽ അരുൾ ചെയ്തതായ ശാസ്ത്രമായതുകൊണ്ട് വേറെ ഏതൊരു ശാസ്ത്രത്തെക്കാളും ഈ ശ്രീമദ് ഭാഗവതമാണ് നമ്മൾ മനനം ചെയ്യേണ്ടതായ മഹാഗ്രന്ഥം. നമ്മൾക്ക് മറ്റ് യുഗങ്ങളെപ്പോലെയല്ല ഈ കലികാലത്തിൽ അല്പശ്ച കാലോ ബഹവച്ഛ വിഘ്നഃ. കാലം വളരെ പരിമിതമാണ്. കൃതയുഗത്തിങ്കലാണെങ്കിൽ 10,000 വർഷമായിരുന്നു അത്രേ മനുഷ്യായുസ്. ജനങ്ങളെല്ലാം കൃതകൃത്യന്മാരായിരുന്നു കൃതയുഗത്തിങ്കൽ നിന്ന. ഇത് കാലം കലിയുഗമാണ്. ഏറിക്കൂടി വന്നാൽ ഇനി എത്ര കാലം ഇരിക്കും? ഒരുപാട് മോഹമൊക്കെയുണ്ട്. ഒരു 120 വരെയൊക്കെ കളിച്ചാൽ കൊള്ളാമെന്ന് പല പണികളും ശ്രമിച്ചു നോക്കുന്നുണ്ട്, ആ കാലത്തിൻ്റെ കൈകളിൽ പെടാതിരിക്കാനായിക്കൊണ്ട്. പല ചെപ്പടി വിദ്യകളും ഒപ്പിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ആർക്ക് കാലത്തിൻ്റെ ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട്? പണ്ടൊക്കെ ആണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ ഗാത്രമായിരിക്കുന്ന ശരീരത്തോടു കൂടിയിരിക്കാൻ സാധിക്കുകയാണെങ്കിൽ താങ്ക്സ് ടു ഗോഡ് എന്നൊക്കെ പറയും അത്രേ. ഇന്നൊക്കെ ആണെങ്കിൽ പലരും താങ്ക്സ് ടു ഗോദ്രജ് എന്ന് മട്ടില്ല ചെപ്പടി വിദ്യകളിലൂടെ പിടിച്ചു നിൽക്കാനെ കൊണ്ട് നോക്കുകയാണ്. എങ്ങനെ സാധിക്കും? സാധിക്കില്ല. കാലം വളരെ പരിമിതമാണ്. കാലത്തിൻ്റെ കണ്ണികളായ നിമിഷങ്ങൾ അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളതായ കാലത്ത് ഉള്ളതായ വസ്തുവിനെ പ്രാപിക്കാനുള്ളതായ മാർഗമെന്ത് എന്ന് അന്വേഷിക്കാനെ കൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ ശ്രേയാംസി ബഹുവിജ്ഞാനി എന്ന് അരുളി ചെയ്തതുപോലെ വിഘ്നങ്ങൾ അനവധിയാണ്. നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും പ്രതിബന്ധങ്ങൾ കൂടുമത്രേ കലികാലത്ത്. എന്നാൽ ഈ അല്പകാലത്ത് ബഹുവിധ വിഘ്നങ്ങളെല്ലാം പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് എങ്ങനെ നമ്മൾക്ക് ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാം, ഈ മനുഷ്യജന്മം സാർത്ഥകമാക്കി തീർക്കാം എന്നുള്ളത് നേരത്തെ കൂട്ടി കണ്ടറിഞ്ഞ് കൽപ്പകാലങ്ങൾക്ക് മുന്നേ തന്നെ ആ കാനനാന്തരങ്ങളിൽ കഠിന തപസ്സനുഷ്ഠിച്ചിരുന്നതായ മഹാമുനീശ്വരന്മാർ സംസാരിണാം കരുണയാഹ, ഈ സംസാരസാഗരത്തിൽ മുങ്ങിപ്പോകുന്നതായ പരശരം ജീവന്മാരോടുള്ളതായ അപാര കാരുണ്യം കൊണ്ട്
കലികാല ജനതയ്ക്ക് എളുപ്പത്തിൽ രുചിക്കുന്നതും ദഹിക്കുന്നതുമായ ഭാഷയിലും ഭാവത്തിലും അവതരിപ്പിച്ചതായ ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തെ വ്യാസവിരചിതമായിരിക്കുന്ന പുരാണേതിഹാസങ്ങളിൽ 18ാമത്തെ പുരാണമായിട്ട്, പുരാണങ്ങളുടെ എല്ലാം മകുടമണിയായിട്ട് അങ്ങ് വിവക്ഷിച്ചിരിക്കുന്നത്. അനന്ത പാരാവാരങ്ങളൊക്കെ പരന്നു കിടക്കുന്നതായ ഭാരതീയ ആത്മീയ പൈതൃകത്തിൻ്റെ അന്തസത്ത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഏകത്വകിയായി അന്തസത്തയായി നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതായ ശാസ്ത്രം ശ്രീമദ് ഭാഗവതമാണ്. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിൽ പറയുന്നു, ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. ആദ്യമായി ആത്മീയ ജീവിതത്തിലോട്ട് കടന്നു വരുന്നതായ ഒരാൾക്ക്, അഥവാ ഭാരതീയ തത്വസംഹിതകളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നതായ ഒരാൾക്ക് നേരിടേണ്ടി വരുന്നതായ ഒരു ചോദ്യം, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് അനവധി ശാസ്ത്രങ്ങളാണ് ആചാര്യന്മാർ അരുളി ചെയ്തിരിക്കുന്നത്. പാശ്ചാത്യന്മാർക്കാണെങ്കിൽ ആകെ ഒരു ഗ്രന്ഥവും ഒരു കർത്താവും കൊണ്ടാണ് ലോകം മുഴുവൻ അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത്, പരന്നിരിക്കുന്നത്. നമ്മൾക്കാണെങ്കിൽ ശാസ്ത്രങ്ങൾ അനവധിയാണ്, ആചാര പരമ്പരകൾ അനവധിയാണ്. ഓരോ ആചാര്യന്മാരും ഓരോ ശാസ്ത്രത്തിൻ്റെ മഹിമയെ അങ്ങ് വാഴ്ത്തും. ഇതിൽ ഏത് വിശ്വസിക്കണം, ഏത് മാർഗത്തിലൂടെ ചെല്ലണം? ഓരോരുത്തരും പറയും ഞങ്ങൾ പറയുന്നതൊക്കെ പക്ക, മറ്റുള്ളവർ പറയുന്നത് പോക്ക. ഇതിലിപ്പോൾ ഏതാ ശരി? ആദ്യമായി ആത്മീയ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ആൾക്ക് ഇന്ന് സംശയം ഉണ്ടാവും. അങ്ങനെ സംശയഗ്രസ്തരായി ഇത് കർത്തവ്യതാമൂഢരായി നിൽക്കുന്നതായ ലോകജനതയോട് അർത്ഥശങ്കയ്ക്ക് അവകാശമില്ലാത്തതായ രീതിയിൽ ആചാര്യൻ അരുളി ചെയ്യുകയാണ്, ഏകം ഭാഗവതം ശാസ്ത്രം. ശ്രീമദ് ഭാഗവതമാകുന്ന ഒരു ശാസ്ത്രത്തെ പഠിച്ചാൽ മതി. ഇരിക്കേണ്ടവിടെ ഇരുന്ന് എത്തേണ്ടവിടെ എത്താനേക്കൊണ്ട് സാധിക്കും. കഠിനോ എന്ന നിലയ്ക്കുള്ളതായ സാധന അനുഷ്ഠാനങ്ങളോ മറ്റു മാർഗങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ ബഹിർമുഖ ചിത്തന്മാരായി സ്ഥൂലബുദ്ധികളായി കഴിയുന്നതായ ഈ കലികാല ജനതയ്ക്ക് അത് സ്വീകാര്യമായി തീരില്ല. അദ്വൈത വേദാന്തത്തിൽ അരക്കെട്ടുറപ്പിച്ചിരിക്കുന്നതായ നമ്മളുടെ വേദങ്ങളുടെ ആ അന്തസത്തയെ നമ്മൾക്ക് മനസ്സിലാവുന്നതായ ഭാഷയിൽ ലളിത കോമള കാന്ത പദാവലികളിലൂടെ ഒരു കുട്ടിക്ക് കണക്ക് പഠിപ്പിക്കുന്നതായ ക്രമത്തിൽ ക്രമാനുഗതമായിട്ട് ശാസ്ത്രത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്, അനാവരണം ചെയ്ത് കാണിക്കുകയാണ് ശ്രീമദ് ഭാഗവതത്തിൽ. അതിൽ ആദ്യത്തെ സ്കന്ധത്തിൽ, പ്രഥമ സ്കന്ധത്തിൽ ശ്രോതാവിൻ്റെയും വക്താവിൻ്റെയും മഹിമയെ അഥവാ ശുഭേച്ഛയെ, ശാസ്ത്രജ്ഞാനം ഗ്രഹിക്കുന്നതിന് ഒരു വിദ്യാർത്ഥിക്ക്, ഒരു ശിഷ്യന്, ഒരു ജിജ്ഞാസുവിന് ഉണ്ടാവേണ്ടതായ ആ അർഹതയെ, അധികാരത്തെ അങ്ങ് വിവരിച്ചതിന് ശേഷം ദ്വിതീയ സ്കന്ധത്തിൽ ഭാഗവതത്തിൻ്റെ സാരത്തെ, മർമ്മത്തെ അങ്ങ് പ്രകാശിപ്പിക്കുകയാണ്. നമ്മളുടെ മഹാത്മാക്കളുടെ ഒരു മഹത്വം പറയാനുള്ള കാര്യം ചുരുക്കമായി ആദ്യമേ തന്നെ പറയും. ഭാഗവതത്തിൻ്റെ സാരം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാഗവതം പ്രഥമ സ്കന്ധം, പ്രഥമ അധ്യായം, പ്രഥമ ശ്ലോകം, പ്രഥമ പാദം, പ്രഥമ വാക്കിലൂടെ ആചാര്യൻ അരുളി ചെയ്യാണ് ജന്മാദ്യസ്യത എന്നുള്ളത്. എന്താണ് ഈശ്വരൻ, എന്താണ് ഭാഗവതം? നമ്മൾക്ക് നിസ്സംശയം പറയാം, ജന്മാദ്യസ്യത. ഇതിനെക്കുറിച്ച് അറിയുന്നവനാണെങ്കിൽ തിരിച്ചൊന്നും ചോദിക്കില്ല. ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവനാണെങ്കിലും തിരിച്ചൊന്നും ചോദിക്കില്ല. അറിഞ്ഞാലല്ലേ ചോദിക്കാൻ. ഏത് പ്രകാരത്തിലായാലും തിരിച്ചൊന്നും ചോദിക്കാനിടയില്ലാത്ത രീതിയിൽ ജന്മാദ്യസ്യത എന്ന ഒറ്റ സൂത്രത്തിലൂടെ ശാസ്ത്രസാരത്തെ വിവക്ഷിച്ചിരിക്കുകയാണ്. അതിനെ വിശദവും വിപുലവുമായിട്ട് വിസ്തൃതമായി നമ്മളോട് വ്യാഖ്യാനിക്കുകയാണ് മേൽപോട്ടുള്ളതായ സ്കന്ധങ്ങളിലൂടെയും ശ്ലോകങ്ങളിലൂടെയും. ദ്വിതീയ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിൽ പരീക്ഷിത് മഹാരാജാവ് ശ്രീശു മഹർഷിയുടെ പാദാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ടങ്ങ് പ്രാർത്ഥിക്കുകയാണ്, ഹേ സൽഗുരു, ഏതൽ വേദിതുമിച്ഛാമി തത്വം തത്വവിദാം വര ഹരേരത്ഭുതവീരസ്യ കഥാ ലോകസുമംഗളാഹ.
പരമാർത്ഥമായ രീതിയിൽ യഥാർത്ഥമായ രീതിയിൽ അറിഞ്ഞിരിക്കുന്നതായ ആചാര്യവര്യന്മാരിൽ അഗ്രഗണ്യനായിരിക്കുന്നതായ അവിടുത്തെ പാദപത്മങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുത വീര്യങ്ങളോടുകൂടി ഇരിക്കുന്നതായ ലോകത്തിന് മുഴുവൻ മംഗളത്തെ കൊടുക്കുന്നതായ ഭഗവാന്റെ ദിവ്യങ്ങളായ ചരിതങ്ങളെ അവിടെ നിന്ന് വിസ്തരിച്ച് വർണ്ണിക്കണമേ. എന്തിനു വേണ്ടിയാണ് ഭഗവത് കഥകളെ വിസ്തരിച്ച് വർണ്ണിക്കാനെ കൊണ്ട് അവിടത്തോട് പ്രാർത്ഥിക്കുന്നത് എന്നാണെങ്കിൽ, കൃഷ്ണേ നിവേശനി സംഘം മനസ്സക്ഷേ കളേപരം. എപ്പോൾ നോക്കിയാലും കാറ്റത്തട്ട പഞ്ഞിയെ പോലെ പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ മനസ്സ് എല്ലാവിധ ലൗകിക പദാർത്ഥങ്ങളിൽ നിന്നും അങ്ങ് വേറിട്ട് ആത്മസ്വരൂപിയായ ഭഗവാനിൽ അഭിരമിക്കാൻ ഇടയായിത്തീരുമോ? ആ മാർഗത്തെ ഏതൊരാൾക്കും കരുതലാമലകം പോലെ കാണിച്ചു തരുന്നതായ അക്ലിഷ്ട സുന്ദരമായ രാജമാർഗമല്ലേ ഈ ഭഗവത് കഥാശ്രവണമെന്നുള്ളത്. അതുകൊണ്ട് അവിടത്തോട് പ്രാർത്ഥിക്കുകയാണ്, ആ ഭഗവത് കഥകളെ വിസ്തരിച്ച് അവിടെ നിന്ന് വർണ്ണിച്ചു തരണമേ. ഭഗവത് കഥകളെ കേൾക്കുന്തോറും കാലേന നാധിനീർക്കേണ ഭഗവാൻ വിശദേ ഹൃദി. ഏതൊരാൾക്കും തന്നിൽ താനായി വിളങ്ങുന്നതായ ആ ആത്മസ്വരൂപത്തെ വ്യക്തമായി ബോധിക്കാനെ കൊണ്ട് സാധിക്കുന്നു. മറ്റു മാർഗങ്ങളെ ആവട്ടെ അനവധി കാലത്തെ അനുഷ്ഠാനങ്ങളെ കൊണ്ടാണ് ഒരു ജീവനെ ശുദ്ധീകരിക്കുന്നതെങ്കിൽ ഭഗവത് കഥാശ്രവണമാവട്ടെ ശ്രവണമാത്രത്താൽ തന്നെ ഒരാൾക്ക് ആ പരമതത്വത്തെ ഉള്ളിൽ പ്രകാശിപ്പിക്കുന്നതാണ്. അവിടുത്തെ തിരുമുഖത്തിൽ നിന്നും വഴിഞ്ഞൊഴുകുന്നതായ ഭഗവത് കഥാമൃതത്തെ കേട്ട് ക്ഷുൽപിവാസാദി പ്രാണധർമ്മങ്ങളൊന്നും അറിയാതെ ആനന്ദമഗ്നായുള്ളവൻ അവിടുത്തെ പാദപത്മങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഏത് പ്രകാരത്തിലാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ഈ സൃഷ്ടിക്കപ്പെട്ടതായ പ്രപഞ്ചത്തിൻ്റെ അകത്തും പുറത്തുമുള്ളതായ വലിപ്പങ്ങളും അതിൻ്റെ വിശേഷങ്ങളും എന്തെല്ലാമാണ്? ഏത് പ്രകാരത്തിലാണ് ബ്രഹ്മദേവൻ ഇതിൻ്റെ സൃഷ്ടിയാദി കർമ്മങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കാലത്തിൻ്റെ ഗതി നിമിഷം മുതൽ സംവത്സരം വരെ ഉള്ളതായിരിക്കുന്നതായ പരിണാമവിധേയമായിരിക്കുന്നതായ ഈ കാലത്തിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? മഹാപ്രളയമെന്നും അവാന്തര പ്രളയമെന്നെല്ലാം പറയപ്പെടുന്നതായ പ്രളയത്തിൻ്റെ വൈചിത്ര്യങ്ങളെക്കുറിച്ച് അവിടെ നിന്ന് അരുളി ചെയ്യണമേ. ദേവന്മാരെ മനുഷ്യന്മാരെ മുതലായിരിക്കുന്നതായ ജന്മങ്ങളുടെ എല്ലാം ആയുസിൻ്റെ കാലം എങ്ങനെയാണ് ഗണിക്കപ്പെട്ടിരിക്കുന്നത്? അതുപോലെ തന്നെ ഭൂലോകം, പാതാളം, ദിക്കുകൾ, ആകാശം, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ മുതലായിരിക്കുന്നതായ ഈ സൃഷ്ടിക്കപ്പെട്ട പദാർത്ഥങ്ങളുടെ എല്ലാം ഉത്ഭവം ഏത് വിധത്തിലാണ്? മനുഷ്യൻ സാധാരണ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മം എന്താണ്? വിശേഷേണ അനുഷ്ഠിക്കപ്പെടേണ്ടതായ ധർമ്മം എന്താണ്? യോഗാഭ്യാസ നിരതന്മാരെ വർത്തിക്കുന്നതായ യോഗീശ്വരന്മാർ അനുഭവിച്ചറിയുന്നതായ അണിമാതി സിദ്ധിവിശേഷങ്ങൾ ഏതെല്ലാം പ്രകാരത്തിലുള്ളതാണ്? അതെങ്ങനെ പ്രാപിക്കാനായിട്ട് സാധിക്കും? അനുഭവതലത്തിൽ നമ്മൾക്ക് നേടാനായിട്ട് സാധിക്കും. ഈ പ്രകൃതി മുതലായ തത്വങ്ങളുടെ ആ ഘടകങ്ങൾ, പ്രകൃതി ഘടകങ്ങൾ ഏതെല്ലാമാണ്? പ്രകൃതിയിൽ നിന്നും ഭിന്നനായിരിക്കുന്നതായ പുരുഷനെ ഏതൊരു മാർഗത്തിലായാൽ പ്രാപിക്കാനായിട്ട് സാധിക്കും? നിത്യസ്വതന്ത്രനായി സർവതന്ത്ര സ്വതന്ത്രനായി വർത്തിക്കുന്നതായ ഭഗവാൻ എന്തിനു വേണ്ടിയാണ് ഈ സൃഷ്ടിയെ നടത്തിയിരിക്കുന്നത്? ഈ സൃഷ്ടിക്കപ്പെട്ട പദാർത്ഥങ്ങളിൽ നിസ്സംഗനായി സാക്ഷിമാത്രനായി ഭഗവാൻ ഏത് പ്രകാരത്തിലാണ് വർത്തിക്കുന്നത്? ഇതെല്ലാം അവിടുന്ന് വിസ്തരിച്ച് വർണ്ണിക്കണമേ. നിമേസവ പരായന്തി ബ്രഹ്മൻ അനശനാധമി. അവിടുത്തെ തിരുമുഖത്തിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്നതായ കഥാമൃതത്തെ എത്ര തന്നെ കേട്ടിട്ടും സ്വല്പം പോലും മതിയാവുന്നില്ല. അന്നപാനാദികളൊന്നും ഇല്ലെങ്കിലും ആനന്ദമഗ്നമായിട്ടാണ് ഈ ഉള്ളവൻ കഴിയുന്നത്. അത് അരുളി ചെയ്യണമേ എന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ് പരീക്ഷിത് മഹാരാജാവ്. പരീക്ഷിത് മഹാരാജാവ് ബഹുവിധ ചോദ്യങ്ങളെ ഇപ്രകാരം ഉന്നയിക്കാൻ കാരണം എന്താ? ശിഷ്യൻ്റെ അർഹത ഗുരുവിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ശിഷ്യൻ്റെ ചോദ്യത്തിലൂടെ ശിഷ്യൻ്റെ അർഹതയെ ഗുരുനാഥനെ അറിയാനെക്കൊണ്ട് സാധിക്കും. ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ എന്നാണ് പടിഞ്ഞാറൻ കാറ്റ് പഠിപ്പിക്കുന്നതായ പാരമ്പര്യമെങ്കിൽ ചോദ്യം ചെയ്ത് വിശ്വസിക്കാനാണ് നമ്മളുടെ ആചാര്യന്മാർ അരുളി ചെയ്തിരിക്കുന്നത്. ശിഷ്യൻ്റെ ജിജ്ഞാസ എന്തുമാത്രമുണ്ടോ അതിനനുസരിച്ച് അവന് ഉൾക്കൊള്ളാനെക്കൊണ്ട് സാധിക്കൂ. രണ്ടു കൂട്ടർക്ക് ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. ജ്ഞാനിക്കും അജ്ഞാനിക്കും ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. എല്ലാം അറിഞ്ഞവനും ഒന്നും അറിയാത്തവനും ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ആർക്കാണ് അറിയണമെന്ന ആഗ്രഹമുള്ളതായി ജിജ്ഞാസുവിനാണ് ശാസ്ത്രത്തിൻ്റെ ആവശ്യകത. ഗംഗാനദിക്ക് അക്കരെ കടക്കാൻ തോണി വേണം. അക്കരെ കടന്നൊരാൾക്ക് തോണിയുടെ ആവശ്യമില്ല.
തുഴയാൻ അറിയാത്ത ഒരാളുടെ കയ്യിൽ തോണി കിട്ടിയിട്ടും കാര്യമില്ല. എന്തിനാണ് ശാസ്ത്രം പഠിക്കുന്നത് എന്നറിയാതെ ശാസ്ത്രം പഠിച്ചിട്ടും കാര്യമില്ല. അക്കരെ കടക്കാൻ ആഗ്രഹിക്കുന്നതായ, നേരായ മാർഗത്തെ അവലംബിക്കാൻ ആഗ്രഹിക്കുന്നതായ ഒരാൾക്കാണ്, ഒരു ജിജ്ഞാസുവിനാണ് ശാസ്ത്രത്തിൻ്റെ ആവശ്യകത. നമ്മളുടെ വേദവേദാന്ത തത്വങ്ങളെല്ലാം ഉപദേശിക്കുന്നതായ വേളയിൽ ആചാര്യന്മാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ വിതുരനീതിയിൽ വിതുരൻ എടുത്തു പറയുന്നുണ്ട്, ഇങ്ങോട്ട് ചോദിക്കാത്ത ഒരാളോട് അങ്ങോട്ട് ഉപദേശിക്കരുത് എന്ന്. ഓരോ ഉപദേശങ്ങൾ കഴിയുന്നതായ വേളയിലും അവസാനം പറയുന്നുണ്ട്, ഇത് മൂത്ത പുത്രനോട് ഉപദേശിക്കാം, സ്വശിഷ്യനോട് ഉപദേശിക്കാം, ശ്രദ്ധയും ഭക്തിയുമുള്ളതായ ഒരാളോട് ഉപദേശിക്കാം, അല്ലാത്തതായ ഒരാളോട് ഉപദേശിക്കാൻ ഇടയാവരുത് എന്ന്. നാലും കൂടി കവലയ്ക്ക് എഴുതി വയ്ക്കേണ്ടതായ സുവിശേഷ പ്രസംഗങ്ങളല്ല നമ്മളുടെ പുരാണ ഇതിഹാസങ്ങൾ. ഇപ്പോൾ അങ്ങനെ ഒരു പുത്തൻ സവിശേഷതയൊക്കെ ഉണ്ടല്ലോ. നാലും കൂടി കവലയ്ക്ക് 4 പേര് കൂടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ മത്തങ്ങ സുവിശേഷം, മറ്റേ സുവിശേഷം എന്നെല്ലാം മൃതങ്ങ് എഴുതി വയ്ക്കും. ഇതാണ് പടിഞ്ഞാറൻകാറ്റിൻ്റെ പാരമ്പര്യം. കാരണം അവരുടെ ധർമ്മം പ്രചരണ പ്രധാനമാണ്, നമ്മൾക്കാവട്ടെ ആചരണ പ്രധാനമാണ്. യാതൊരു പ്രിൻറ്റിംഗ് ടെക്നോളജിയും ഇല്ലാത്തതായ അന്നത്തെ കാലത്ത് വ്യാസൻ്റെ വരദാനമായി ലോകത്തിന് വഴിഞ്ഞൊഴുകിയതായി ആത്മജ്ഞാനം ശിഷ്യപ്രശിഷ്യ പരമ്പരയാ പരന്നൊഴുകി ഇന്നൊരു വൻ വടവൃക്ഷങ്ങളൊക്കെ ലോകത്തിന് കുളിർമയേക്കൊണ്ട് നിൽക്കുന്നുവെങ്കിൽ അത് ഈ ശാസ്ത്രത്തിൻ്റെ മഹിമയല്ലാതെ വേറെന്തെന്നാണ്? ഇത് അർഹതപ്പെട്ടതായ കരങ്ങളിൽ വേണം എത്തിക്കാനേക്കൊണ്ട്. ശിഷ്യൻ്റെ അർഹതയാണ് ശിഷ്യൻ്റെ ചോദ്യങ്ങളിലൂടെ അങ്ങ് വ്യക്തമാവുന്നത്. പരീക്ഷിത് മഹാരാജാവിൻ്റെ ഉള്ളിൽ ആ അറിയാനുള്ളതായ അദമ്യമായ ആ ആഗ്രഹം നാനാവിധ ചോദ്യങ്ങളിലൂടെ ഗുരുസമക്ഷത്തിങ്കിലങ്ങ് അർപ്പിക്കുകയാണ്. ഇതങ്ങ് കേട്ട സമയത്ത് ശ്രീശമഹർഷിയാവട്ടെ പരമസന്തുഷ്ടനായി പരീക്ഷിത് മഹാരാജാവിനോടങ്ങ് ഉപദേശിക്കുകയാണ്, ഹേ പരീക്ഷിത്തേ, ഇവിടെ പലത് എന്നുള്ളതില്ല. പലത് എന്ന് ധരിക്കുമ്പോഴാണ് നമുക്ക് പല പ്രകാരത്തിൽ നമ്മളുടെ ചിന്തകൾ ഭിന്നമായി പോകുന്നത്, സംശയങ്ങൾ ഉടലെടുക്കാൻ ഇടയാവുന്നത്. ബഹുരൂപ ഇവാഭാതി മായ ബഹുരൂപയാ എന്നും ഏകമായി തത്വം മാത്രമാണ് എന്നുമുള്ളതായിട്ട് നിത്യസത്യമായിരിക്കുന്നത്. ഈ കാണപ്പെടുന്നതായ കണ്ടും കേട്ടും ഇവിടെ എന്തെല്ലാം പ്രപഞ്ച പദാർത്ഥങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതൊരു കാലത്തും ഇല്ലാത്തതാണ്. അതിനെ എങ്ങനെ ബോധിക്കാനെങ്കിലും സാധിക്കും എന്നാണെങ്കിൽ ഇതേ തത്വത്തെ തന്നെ പണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ആദിനാരായണനായ ഭഗവാൻ ബ്രഹ്മദേവനെ കൊണ്ട് ഉപദേശിക്കുകയുണ്ടായിട്ട്. അത് കേട്ട് കഴിഞ്ഞാൽ പരീക്ഷത്തിൻ്റെ സംശയങ്ങളെല്ലാം നീങ്ങും. പറഞ്ഞുതരാം, കേൾക്കൂ. സ ആദിദേവോ ജഗദാംബരോ ഗുരു സ്വധിഷ്ണ്യമാസ്ഥായ സുസൃക്ഷയൈക്ഷതാം. സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ വിഷ്ണു ഭഗവാന്റെ നാഭികമലത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതായ ബ്രഹ്മദേവൻ താൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നറിയാനുള്ള ആഗ്രഹത്തോടു കൂടി, താൻ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്, എവിടെയാണ് ഇരിക്കുന്നത്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാനുള്ള ആഗ്രഹത്തോടു കൂടി തൻ്റെ സൃഷ്ടിയുടെ കാരണം അന്വേഷിച്ചുകൊണ്ട് എല്ലാ ദിക്കിലും ചെന്നു. സൃഷ്ടിയുടെ പൊരുളറിയാനുള്ളതായ ഒരു അന്വേഷണ ത്വരത മനുഷ്യ മനസ്സിലുണ്ടാവുന്നതായ, എന്നും കാണാൻ സാധിക്കുന്നതായ ഒരു വ്യഗ്രതയാണ്. അറിയാത്തതിനെ അറിയാനുള്ളതായ ഒരു ആഗ്രഹം. നമ്മൾക്ക് അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ഈ പ്രപഞ്ചത്തിൽ അറിയപ്പെടാനുണ്ട്. ആ അറിയപ്പെടാനുള്ളതായ വസ്തുക്കളെക്കുറിച്ച് അറിയാനുള്ളതായ അദമ്യമായ അന്വേഷണമാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാരെ ഇല്ലെങ്കിൽ തത്വചിന്തകന്മാരെ ഇരുത്തി ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മദേവനത് അറിയാനൊരാഗ്രഹം, എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഈ ലോകസൃഷ്ടി ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ദിശാബോധമില്ലാതെ, സൃഷ്ടിക്കാൻ സാധിക്കാതെ വിഷാദഭക്തനായി തിരിച്ചു എന്ന് താൻ സൃഷ്ടിക്കപ്പെട്ടതായ ആ തൻ്റെ കമലാസനത്തിനങ്ങ് ഉപവിഷ്ടനായ സമയത്ത് സചിന്തയന്തക്ഷരമേകദാംബസി ഉപാശ്നോർദീർഘദിതം വജോ വിഭുഃ സ്പർശേഷു യൽ ഷോഡശമേകവിംശം നിഷ്കിഞ്ചനാനാം നൃപയധനം വിദുഃ. ഏകാഗ്ര മനസ്സോടു കൂടിയിട്ട് ചിന്താമഗ്നായിരിക്കുന്ന ആ ബ്രഹ്മദേവന് സ്പർശങ്ങളിൽ 16-ാമത്തെയും 21-ാമത്തെയും അക്ഷരം തപ തപ എന്നുള്ളതായ അക്ഷരം. സ്പർശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാ മുതൽ മാ വരെയുള്ളതായ 25 അക്ഷരങ്ങളാണ് സ്പർശങ്ങൾ എന്ന് പറയുന്നത്. അതിൽ തപ തപ എന്നുള്ളതായ ആ 2 അക്ഷരങ്ങളെ 2 പ്രാവശ്യം അങ്ങ് കേൾക്കാൻ ഇടയായിത്തീർന്നു. നിഷ്കിഞ്ചനാനാം നൃപയധനം വിദുഃ. നിഷ്കിഞ്ചനന്മാരായ അപരിഗ്രഹന്മാരായിരിക്കുന്ന പൂർണ്ണവിരക്തന്മാരായിരിക്കുന്ന ആൾക്കാർക്ക് പരമധനമായി പ്രകീർത്തിക്കപ്പെടുന്നതായ ആ 2 അക്ഷരങ്ങളെ എന്ന് പറയുകയാണ്. ഈ ലോകത്തിനെ ആകമാനം നേർവഴിക്ക് നയിക്കാൻ പോകുന്നതായ സംസ്കാരത്തിൻ്റെ ഈറ്റുല്യവും ഉറവിടവുമായിരിക്കുന്നതായ ഭാരതത്തിൻ്റെ ധനം എന്ത് എന്ന് ചോദിച്ചാൽ തപോധനമാണ്. എന്താണ് ധനം? ധന്യതയെ തരുന്നതാണ് ധനം.
നമ്മളുടെ ജീവിതത്തിന് ധന്യതയെ തരുന്നത് എന്താണ്? തപസ്സാണ്. തപസ് കൊണ്ട് മാത്രമേ എന്തും കണ്ടെത്താനേ കൊണ്ട് സാധിക്കൂ. എന്നാൽ എന്താണ് തപസ്? ഏതെങ്കിലും ഒരു മലമുകളിൽ ചെന്ന് ആർക്കും അപകാരമില്ലാതെ കാലം കൊല്ലികളായി മൂക്കും പൊത്തി കണ്ണും പൊത്തി തലകിഴായി നിൽക്കുന്നതൊന്നും അല്ല തപസ് എന്ന പദം കൊണ്ട് നമ്മളെ പൂർവികന്മാർ വിവക്ഷിച്ചിരിക്കുന്നത്. സൂറസംഹിതയിൽ പറയുന്നു, തപസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മവിചാരമാണ്. ആത്മവിചാരം കൊണ്ട് മാത്രമേ, തത്വവിചാരം കൊണ്ട് മാത്രമേ നമുക്ക് തത്വാനുഭൂതി ഉണ്ടാവൂ, ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കും. ധാരാളം പഠിച്ച് പുസ്തക പുഴുക്കളായി കഴിഞ്ഞിട്ട് കാര്യമില്ല, പണ്ഡിത മന്നന്മാരായി ഇവിടെ കഴിഞ്ഞിട്ട് കാര്യമില്ല. അറിയേണ്ടതിനെ അറിയണം. അറിയേണ്ടത് ആത്മസ്വരൂപിയായ ഭഗവാനെക്കുറിച്ചാണ്. അതിനെന്ത് വേണം? വിചാരം ചെയ്യണം. വിചാരം ചെയ്യിക്കാൻ സഹായിക്കും ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ. ഇവിടെ നിന്ന് തൃശ്ശൂർ എന്ന് എഴുതിയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, 40 കിലോമീറ്റർ എന്ന് എഴുതിയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോർഡ് ഒരിക്കലും തൃശ്ശൂർ പോകത്തില്ല. തൃശ്ശൂർ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സഹായകരമായി തീരും. അതുപോലെ ആത്മസാക്ഷാത്കാരത്തിന് സഹായമായി തീരുന്നതാണ്, വിചാരശീലന്മാർക്ക് വിചാരം ചെയ്യാൻ സഹായമായി തീരുന്നതാണ് ശാസ്ത്രങ്ങളെല്ലാം തന്നെ. വിചാരം ചെയ്യുന്നവനെ കണ്ടെത്താനേക്കൊണ്ട് സാധിക്കും. നമ്മളുടെ സംസ്കാരം വിചാരശീലന്മാരെ വിനോദിപ്പിക്കുന്നതാണ്. പാശ്ചാത്യ സംസ്കാരമാവട്ടെ വികാരപരവശന്മാരുടെ തരളിതമായിരിക്കുന്നതായ കഥകളും കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ നമ്മളുടെ ശാസ്ത്രങ്ങളിലെല്ലാം തന്നെ വിചാരപരന്മാരുടെ വിശാലതയെ നമ്മൾക്ക് വഴിയെ കാണിച്ചു തരുന്നതായ അന്യാദർശമായൊരു പാഠവുമാണ് കാണാനേക്കൊണ്ട് സാധിക്കുക. നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത് ഈ വിചാരമാണ്. വിചാരശീലത്വമുള്ളവൻ ഒരിക്കലും വികാരപരനായി തീരില്ല. വികാരപരനായി തീരുന്നവൻ നൈമിഷിക സുഖങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട്, അഥവാ സ്വതത്വത്തെ വിസ്മരിച്ചുകൊണ്ട് രാഗദ്വേഷാദിയുക്തമായിരിക്കുന്നതായ സംസാരത്തിൻ്റെ അഗാധ തലങ്ങളിലോട്ടങ്ങ് കൂപ്പുകുത്തി വീഴാനിടയായി തീരും. എപ്പോഴും വിചാരശീലന്മാരായിരിക്കുന്നതായ ആൾക്കാർക്ക് ശമതമാതി ശീലങ്ങളെല്ലാം യാതൊരു പ്രയാസവും കൂടാതങ്ങ് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. ഈ തപസ്സാകുന്ന ധനം കൊണ്ട് മാത്രമേ ലോകത്തെ ജയിക്കാനേക്കൊണ്ട് സാധിക്കൂ. അറിയേണ്ടതിനെ അറിയാനേക്കൊണ്ട് സാധിക്കും. നേടേണ്ടതിനെ നേടാനേക്കൊണ്ട് സാധിക്കും. ആ തപ എന്നുള്ളതായ ശബ്ദത്തെ 2 പ്രാവശ്യം അങ്ങ് കേൾക്കാനിടയായി ബ്രഹ്മദേവൻ എന്നാണ്. എന്താ 2 പ്രാവശ്യം കേൾക്കാനിടയായി എന്ന് പറയുന്നത്? ആത്മീയ ജീവിതത്തിൽ നമ്മൾക്ക് അനുഭവേദ്യമായി തീരണമെങ്കിൽ ആവർത്തിച്ചുള്ളതായ അനുഷ്ഠാനം അത്യന്താപേക്ഷിതമാണ്. നാരദ മഹർഷി ഭക്തിസൂത്രത്തിൽ പറയും അവ്യാവർത്തി ഭജനാൽ എന്ന്. ആവർത്തി കൂടാതെയുള്ളതായ ഭജനം എന്ന് ആവശ്യമാണ് എന്ന്. പതഞ്ജലി മഹർഷി യോഗശാസ്ത്രത്തിൽ പറയും സ്വതു ദീർഘകാല നൈരന്തര്യ സൽക്കാര സേവിതോദട ഭൂമി എന്ന്. ഇനി ഭാഗവതത്തിൽ തന്നെ ഭാഗവധർമ്മത്തിലോട്ട് ചെന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നിത്യം അച്യുതസ്യ പാദാംബുജോപാസനം. അച്യുതമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ പാദാംബുജങ്ങളെ നിത്യം ഉപാസിക്കണമെന്ന്. ഈ ഈശ്വര ജീവിതം, ആത്മീയ ജീവിതം എന്നെല്ലാം പറയുന്നത് എന്നെങ്കിലും ഒരിക്കലും ഒരു ചടങ്ങ് പോലെ കഴിക്കേണ്ടതൊരു കാര്യമല്ല. കാലത്തോ വൈകുന്നേരം മാത്രമോ വിളക്കൊളുത്തുന്നതായ സമയത്തോ മാത്രമോ അങ്ങ് ചെയ്യേണ്ടതായ ഒരു കാര്യമല്ല. ഇത് നിത്യനിരന്തരമായി അനുസ്യൂതമായിട്ട് അങ്ങ് ഉണ്ടാവേണ്ടതായ ഒരു കാര്യമാണ് ഈ വിചാരശീലത്വം എന്നുള്ളത്. ആ സ്ഥായിയായ ഭാവം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ ആത്മീയ ജീവിതത്തിൽ പുരോഗമിക്കാനേക്കൊണ്ട് സാധിക്കൂ. അത് വീണ്ടും വീണ്ടും അങ്ങ് ആവർത്തിച്ച് അനുഷ്ഠിക്കാൻ ഇടയായി തീരണം. ആവർത്തന വിരസത എന്നുള്ളത് ആത്മീയ കാര്യങ്ങളിൽ ആസ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ വന്നതായ ന്യൂസ് പേപ്പർ വൈകുന്നേരമായി കഴിഞ്ഞാൽ അതെന്താവും? വേസ്റ്റ് പേപ്പറാവും. ഇന്നലെ വായിച്ച രാമായണം ഇന്നൊക്കെ എന്താവും? വേസ്റ്റ് രാമായണോ? അങ്ങനെ ഒരു രാമായണം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ ഭാഗവതവും രാമായണമല്ലേ നമ്മൾ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ടില്ലേ? എന്നിട്ടോ എന്തെങ്കിലും നമ്മൾക്ക് മതി എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്യൻ മനസ്സോ മഹോത്സവം. ഇത് എത്ര തന്നെ കേട്ടാലും പോരാ എന്നുള്ളതിലേക്ക് പുത്തനായിട്ട് നമ്മൾക്ക് ആസ്വാദ്യകരമായി അനുഭവേദ്യവരായിത്തീരുന്നില്ലേ? ആത്മീയ ജീവിതത്തിൽ ആത്മാർത്ഥമായ ജിജ്ഞാസയുള്ളതായ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു വെറുപ്പ് എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല. ആവർത്തിച്ചുള്ളതായ അനുഷ്ഠാനം അത്യന്താപേക്ഷിതമാണ് എന്ന് കാണിക്കാൻ 2 പ്രാവശ്യം ബ്രഹ്മദേവൻ ആ തപ എന്നുള്ളതായ വാക്കിനെ ഞാൻ കേൾക്കാനിടയായി.
അത് കേട്ട മാത്രയിൽ നിശമ്യതൽ വക്തൃതൃക്ഷയാദിശോ വിലോക്യതത്രാന്യൽ അപശ്യമാനഃ. ആരാണ് തന്നോട് ഈ വാക്കിനെ ഉരിയാടിയത് എന്ന് അറിയാൻ സാധിക്കാത്തതായ ബ്രഹ്മദേവൻ ആ കേട്ടതായ ശബ്ദത്തെ തന്നെ അങ്ങ് വിചാരം ചെയ്തുകൊണ്ട് കഠിനമായ തപസ്സിലങ്ങ് ഏർപ്പെട്ടു. 1-2 വർഷമല്ല, ദിവ്യം സഹസ്രാബ്ദമമോഘദർശനോ ജിഡാനിലാത്മാവിജിതോ ഭയേന്ദ്രിയാം. ആയിരക്കണക്കിന് വർഷമാണ് ബ്രഹ്മദേവൻ ആ കഠിനമായ തപസ്സിലങ്ങ് ഏർപ്പെട്ടത് എന്നാണ്. പ്രാണവൃത്തികളെയും ഇന്ദ്രിയവൃത്തികളെല്ലാം അങ്ങ് ജയിച്ച് ഏകാഗ്ര മനസ്സോടുകൂടിയിട്ട് കഠിനമായ തപസ്സിലങ്ങ് ഏർപ്പെട്ടതായ സമയത്ത് ബ്രഹ്മദേവൻ്റെ തപസ്സുകൊണ്ട് സന്തുഷ്ടനായി ഭഗവാൻ ബ്രഹ്മദേവൻ്റെ മുന്നിലങ്ങ് പ്രത്യക്ഷമായി. എങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ അങ്ങ് പ്രത്യക്ഷമായത് ബ്രഹ്മദേവന് ദർശനം കൊടുത്തത് എന്നാണെങ്കിൽ തസ്മൈ സ്വലോകം ഭഗവാൻ സഭാജിത സന്ദർശയാമാസ പരം നയൽപരം വ്യവസംക്ലേശ വിമോഹ സാധ്വസം സദൃഷ്ടവൽഭിർവിവിധൈരഭിഷ്ഠിതം. എല്ലാവിധ ക്ലേശങ്ങളെയും തീർക്കുന്നതായ പരാൽപരമായിരിക്കുന്നതായ ഭഗവാന്റെ സ്വരൂപം യാതൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അറിയാനേക്കൊണ്ട് ബാക്കിയില്ലയോ. എല്ലാറ്റിലും ഉപരിയായിരിക്കുന്നതും അതിനപ്പുറത്ത് വേറൊന്നില്ലാത്തതുമായിരിക്കുന്ന ചരമവും പരവുമായിരിക്കുന്നതായ പരമധാമത്തെ ബ്രഹ്മദേവനായിക്കൊണ്ടങ്ങ് ദർശിപ്പിച്ചു. ഭഗവാന്റെ സ്ഥിരവാസം നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ എവിടെ പറയുന്നു, ഏത് ലോകത്താ ആദിനാരായണനായ ഭഗവാൻ വർത്തിക്കുന്നത്? വൈകുണ്ഠ ലോകത്തിലാണ് എന്നാണ്. എന്താണ് വൈകുണ്ഠ ലോകം? ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഒരുവിധ ക്ലേശങ്ങളും ഇല്ലാത്തതായ ലോകമാണ് വൈകുണ്ഠ ലോകം എന്ന് പറയുന്നത്. കുണ്ഠതകളില്ലാത്തതായ ലോകമായതുകൊണ്ടാണ് അതിന് വൈകുണ്ഠം എന്ന് പറയുന്നത്. ഭഗവാൻ ഇരിക്കുന്നത് വൈകുണ്ഠത്തിലാണ്, നമ്മളിരിക്കുന്നത് എവിടെയാ? അതിപ്പോൾ കണ്ടാൽ അറിയില്ലേ സമയം എവിടെയായിരിക്കണം എന്നുള്ള കാര്യം? 100 പ്രശ്നങ്ങളുമായി നീറി കഴിയുന്നതായ ഒരു കാലമാണ്. കുണ്ഠതകളേ ഉള്ളൂ. ഒരു ചിരിച്ച മുഖം എന്നുള്ളതുണ്ടോ? ഇല്ല. നമ്മൾക്ക് ഒരു ചിരിച്ച മുഖം എന്നുള്ളതില്ല. പുറമെ നോക്കിയാൽ നല്ല വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നുണ്ടാവും. പക്ഷേ ഉള്ളു തുറന്ന് നോക്കിയാൽ ഉമിത്തി നീറും പോലെ നീറിക്കൊണ്ട് കഴിയുന്നതായ ആൾക്കാരെ കാണാനെ കൊണ്ട് സാധിക്കുക. സമാധാനപൂർണ്ണമായിരിക്കുന്ന ഒരു അന്തരീക്ഷമില്ലാതെ അസ്വസ്ഥത ആവലാദികളുമായി പരാതികളും പരിഭവങ്ങളുമായി കണ്ണുനീരിൻ്റെ കയ്പ് നീരും കുടിച്ചുകൊണ്ട് കാലം കഴിക്കുന്നതായ ഒരു ജനതയാണ് നമ്മൾക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കുന്നത്. നേരെ മറിച്ച് ഭഗവാൻ നോക്കൂ, പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം ലേ, മന്ദസ്മിത സുന്ദരമായ തിരുമുഖത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ എപ്പോഴും വർദ്ധിക്കുന്നത്. ഒരു കുണ്ഠതകളും ഭഗവാനില്ല എന്ന് പറയാം. നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാനോട് ഒരുപാട് സങ്കടങ്ങളും ക്ലേശങ്ങളും ആവലാദികളൊക്കെ പറയും. അതിനാണല്ലോ ക്ഷേത്രത്തിൽ പോകുന്നത് തന്നെ, ഉള്ള ഭാരമൊക്കെ ഇറക്കി വയ്ക്കാനായിട്ട്. ഭഗവാൻ എന്തെങ്കിലും നമ്മളോട് വല്ല പരാതിയും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വല്ല പരാതികളും ഭഗവാൻ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ പോകുമോ? ഇല്ലേ, ആലോചിച്ച് നോക്കൂ. ഭഗവാൻ ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. ആനന്ദഘന സ്വരൂപനാണ് ഭഗവാൻ. ഒരു കുണ്ഠതകളും ഇല്ലാത്തതാണ്. നമ്മളാവട്ടെ ബഹുവിധ ക്ലേശയുക്തമായിരിക്കുന്നതായ ജീവിതമാണ്. യോഗശാസ്ത്രത്തിൽ പറയും, ക്ലേശങ്ങൾ അവിദ്യ, അസ്മിത, രാഗം, ദേഷ്യം, അഭിനിവേശം, ഇങ്ങനെ പഞ്ചപ്രകാരത്തിലുള്ളതായെന്ന്. തൻ്റെ സ്വസ്വരൂപത്തെ അറിയാതിരിക്കുന്നതാണ് അവിദ്യ എന്ന് പറയുന്നത്. ശരീരാദി ജഡപദാർത്ഥങ്ങളിൽ ഉണ്ടാവുന്നതായ മമതയാണ് അസ്മിത എന്ന് പറയുന്നത്. ഈ ഞാൻ ആത്മസ്വരൂപി എന്നറിയാതെ ശരീരത്തെ ഞാനെന്ന് കരുതി ശരീരവുമായി ബന്ധപ്പെട്ട പദാർത്ഥങ്ങളിൽ എൻ്റെതെന്നതായ ഭാവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് രാഗം ഉണ്ടാവുന്നത്. എൻ്റെതായ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതായ സമയത്താണ് നമ്മൾക്ക് ദേഷ്യം ഉണ്ടാവുന്നത്. എൻ്റെ എന്ന് അഭിമാനിച്ചു കഴിഞ്ഞതായ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തെയെല്ലാം നമ്മൾ വിട്ടുപോകുന്നു എന്ന് അറിയുന്ന സമയത്തുണ്ടാവുന്നതായ മരണഭയമാണ് അഭിനിവേശം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളതായ ഈ ക്ലേശങ്ങളൊക്കെ സാധാരണ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം സഹജമാണ്. നമ്മൾക്ക് പ്രപഞ്ചാനുഭവങ്ങളെല്ലാം മാറിയാലും മാറാതിരിക്കുന്നതായ പ്രപഞ്ച പദാർത്ഥങ്ങൾക്ക് എന്തെല്ലാം കഷ്ടനഷ്ടങ്ങളുണ്ടായാലും യാതൊരു കഷ്ടനഷ്ടങ്ങളുമില്ലാതെ നിർമുക്തവും നിത്യമുക്തവുമായിരിക്കുന്നതായ ശുദ്ധസത്വ സ്വരൂപമാണ് താൻ ആത്മസ്വരൂപി. പക്ഷേ ഞാൻ ആത്മസ്വരൂപി എന്നൊരു ഭാവത്തിലല്ലല്ലോ സാധാരണക്കാരൻ്റെ സ്ഥിതി. ഞാൻ ശരീരമെന്നതായ ആ അവസ്ഥയിൽ ശരീരവുമായി ബന്ധപ്പെട്ടതായ പദാർത്ഥങ്ങളൊക്കെ എൻ്റെതെന്ന് കരുതി അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്നതായ നാനാവിധ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് മരണഭയത്തോടുകൂടി കഴിയുക എന്നുള്ളതാണ് ഏതൊരു ജീവനും അനുനിമിഷം അനുഭവിച്ചുകൊണ്ട് കഴിയുന്നത്. അങ്ങനെയുള്ളതായ യാതൊരു ക്ലേശങ്ങളും ഇല്ലാത്തതായ വൈകുണ്ഠ ലോകത്തെ ഭഗവാൻ ബ്രഹ്മദേവനായിക്കൊണ്ടും കാണിച്ചു കൊടുത്തു.
സ്വല്പം പോലും രജസും തമസും പ്രവർത്തിക്കാത്തതായ ശുദ്ധ സത്വഗുണത്തിന് സംഫുല്ല മൂർത്തിമൽ ഭാവമായിരിക്കുന്നതായ ആ വൈകുണ്ഠ ലോകത്തെ, അതും പരമഭാഗവതന്മാരായിരിക്കുന്ന ആൾക്കാർ, ശുദ്ധ സത്വഗുണ സമ്പന്നന്മാരായിരിക്കുന്നതായ ആൾക്കാർ എപ്പോഴും ആ വൈകുണ്ഠ ലോകത്തിങ്കിൽ ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുള്ള ആൾക്കാരാ അവിടെ ഭഗവാനെ സേവിക്കുന്നതായി ബ്രഹ്മദേവനെ ദർശിച്ചത്? ശ്യാമാവതാദാ ശതപത്രലോചനാ പിശങ്കവസ്ത്രാസുരുജസുഭേശസ സർവേ ചതുർബാഹവ ഉന്മിഷർമണിർ പ്രവേഗനിഷ്കാഭരണാസു വർച്ചസ. അവരെല്ലാവരും തന്നെ നല്ല ശ്യാമളതനം കൊണ്ടുകൊണ്ട് നിർമ്മലമായ നിറത്തോടു കൂടിയിട്ട് കണ്ണിനെയും കരളിനെയും ഹഠാതെ ആകർഷിക്കുന്നതായ രൂപലാവണ്യത്തോടു കൂടിയിട്ട് പീതാംബരധാരികളായി കടകുണ്ടലാദി ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ധാരാളം വൈഡൂര്യം പവിഴം മുതലായിരിക്കുന്നതായ ദിവ്യങ്ങളായ രത്നങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് ജ്വാജല്യമാനരായി വിരാജിക്കുന്നതായ പാർഷദന്മാരാണ് ഭഗവാനെ സേവിച്ചുകൊണ്ട് കഴിയുന്നത് എന്ന. എന്താ ഇങ്ങനെയുള്ള പാർഷദന്മാരെയെല്ലാം ഇവിടെ വർണ്ണിച്ചിരിക്കാൻ കാരണം? നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെല്ലാം തന്നെ മഹത്തായിരിക്കുന്ന തത്വത്തെ പ്രതിപാദിക്കാനെ കൊണ്ടുള്ളതായ തത്വപ്രതിപാദനമാണ് കഥാരൂപത്തിൽ നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മനസ്സ് നിറയുമ്പോഴുണ്ടാകുന്നതായ ആനന്ദം നാനാവിധ രൂപത്തിൽ പുറമേ അങ്ങ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. യോഗികൾക്ക് പോലും ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠത്തിലെത്തിയിട്ട് ഈ ശരീരത്തിൻ്റെ പാലന പോഷണ ലാളനകളിൽ മാത്രം അഭിമാനിച്ചു കഴിയുന്നതായ ഒരു സാധാരണ ജീവനെ പോലെ ഈ അലങ്കാരങ്ങളൊക്കെ അണിഞ്ഞു കഴിയുന്നതായ ആൾക്കാരാണോ ഭഗവാൻ പാർഷദന്മാർ? അല്ല. ഇതിലൊന്നും സ്വല്പം പോലും ആഗ്രഹമില്ലാതായി തീരുന്നതായ വേളയിലാണ്, അഥവാ ഇതിലെല്ലാം പൂർണ്ണ വിരക്തിയെ നേടിയിരിക്കുന്നതായ ഒരവസ്ഥയിലാണ് കുണ്ഠതകളെല്ലാം നീങ്ങി വൈകുണ്ഠാനുഭവം സ്വാനുഭവമായി തീരുക. മനസ്സിലുണ്ടാവുന്നതായ ആ സമാധാനമാണ്, അഥവാ പൂർണ്ണതയാണ് നാനാവിധ ആഭരണങ്ങളായിട്ട് അഥവാ അവരുടെ ശരീരകാന്തിയായിട്ടങ്ങ് വർണ്ണിച്ചിരിക്കുന്നത്. ആ വൈകുണ്ഠത്തിലാവട്ടെ ഭഗവാന്റെ ധർമ്മപത്നിയായിരിക്കുന്നതായ ലക്ഷ്മീദേവി ദിവ്യങ്ങളായ പൂജാവിധാനങ്ങളോടുകൂടിയിട്ട് ഭഗവാൻ എപ്പോഴും അങ്ങ് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പ്രേംഘം ശ്രുതായ കുസുമാകരാനുഗൈ വിഗീയമാന പ്രൈകർമ്മഗായതീ. ഐശ്വര്യത്തിൻ്റെ ദേവതയായിരിക്കുന്ന ലക്ഷ്മീദേവി ഊഞ്ഞാലിരുന്ന് ആടുന്നതായ വേളയിൽ വസന്തൻ മുതലായ ഋതുക്കൾ, അതുപോലെ കൊയില്, കിളി, വണ്ട് മുതലായിരിക്കുന്നതായ ജീവികളെല്ലാം നാനാപ്രകാരത്തിൽ ദിവ്യങ്ങളായ ഭഗവത് പ്രഭാവങ്ങളെ കീർത്തിച്ചുകൊണ്ട് ദേവിയെ സേവിക്കുന്നതായ കാഴ്ചയങ്ങ് കാണാനായിട്ട് സാധിക്കും. എന്താ ലക്ഷ്മി ദേവി ഊഞ്ഞാലിരുന്ന് ആടുന്നു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം? ഈ ലോകത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ പടാപ്പാടുപെട്ടുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഹരിശ്രീ എന്ന് പറഞ്ഞാൽ എന്തോ ആരംഭിക്കുക. ഇന്നൊക്കെ ആണെങ്കിൽ ആദ്യം ശ്രീക്ക സ്ഥാനം അല്ലേ, പിന്നെ ഹരിക്ക എന്ന കൂട്ടത്തിലായി തീർന്നിരിക്കുകയാണ്. ധാരാളം ഭൗതികമായ സുഖസൗകര്യങ്ങളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് ശ്രീത്വം എന്നുള്ളതാണ് പലരുടെയും ധാരണ. അല്ല, നമ്മളുടെ സംസ്കാരത്തിൽ എന്തൊന്ന് ആരംഭിക്കുകയാണെങ്കിലും ശ്രീ ശബ്ദം കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ സായിപ്പന്മാർക്കൊക്കെ ആണെങ്കിൽ ആലോചിച്ച് നോക്കൂ, പുരുഷന്മാരുടെ പേരെഴുതുകയാണെങ്കിൽ ആദ്യം എന്ത് വയ്ക്കും? മിസ്റ്റർ എന്ന് വയ്ക്കും. അമ്മമാർക്കാണെങ്കിൽ മിസ്സിസ് എന്ന് വയ്ക്കും. നമ്മൾക്കാണെങ്കിൽ എന്ത് വയ്ക്കും? പുരുഷന്മാർക്ക് ശ്രീ എന്ന് വയ്ക്കും, അമ്മമാർക്കാണെങ്കിൽ ശ്രീമതി എന്നുള്ളതില്ല. ശ്രീമതി എന്നുള്ള പദപ്രയോഗം നമ്മൾക്കില്ല അല്ലേ? അമ്മമാർക്കും ശ്രീ തന്നെയാണ് വയ്ക്കേണ്ടത്. നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ജപിക്കാറ്? ഓം ശ്രീമതി മാതാ ശ്രീമതി മഹാരാജ്ഞി അങ്ങനെ പറയാറുണ്ടോ? പറയാറില്ലല്ലോ അല്ലേ? ശ്രീ എന്നുള്ളത് ആത്മവാചിയാണ്. ഈ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ പ്രപഞ്ചാനുഭവങ്ങൾക്ക് ആധാരമായിട്ട് ഒരു ആത്മഭാവമുണ്ട് എന്നുള്ളതായ ചിന്തയിൽ വേണം എന്തു ആരംഭിക്കാനേക്കൊണ്ട്. അഡ്രസ് എന്ന് പറയുന്നത് ദേശകാലങ്ങളെ കുറിക്കുന്നതാണ്. ദേശകാലങ്ങൾക്ക് ഉണ്മയെ കൊടുക്കുന്നത്, അതിന് നിലനിൽപ്പുള്ളത് ഈ ആത്മഭാവത്തെ കൊണ്ടാണ് എന്നറിഞ്ഞാണ് എന്തു ആരംഭിക്കുന്നതെങ്കിൽ അത് മംഗളകരമായി തീരും. ഇപ്പോൾ ശ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആത്മജ്ഞാനം അഥവാ ആത്മഭാവമാണ്. ഭഗവാന്റെ സന്തത സഹചാരിയാണ് ലക്ഷ്മീദേവി. ആ ആത്മജ്ഞാനം സന്തത സഹചാരിയാണ് ഭഗവാന്റെ. ആത്മജ്ഞാനം എവിടെയുണ്ടോ അവിടെ ഭഗവാനുണ്ട്.
ആ ആത്മജ്ഞാനം ആനന്ദമഗ്നമായി ഇരിക്കുന്നതായ വേളയിൽ വസന്താദി ഋതുക്കളെല്ലാം സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ എന്തിനും പരമലക്ഷ്യമായിരിക്കുന്നത് ആ പരമജ്ഞാനം തന്നെയാണ്. അതാ ലക്ഷ്മി ദേവി അവിടെ വിരാജിക്കുന്നതായ വേളയിൽ വസന്താദി ഋതുക്കളെല്ലാം അവിടത്തേക്ക് സേവിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. ആ വൈകുണ്ഠലോകത്തിലെ ദദർശതത്ര അഖില സാത്വതാമ്പതിം ശ്രിയപ്പതിം യജ്ഞപതിം ജഗൽപതിം. അഖില സാത്വതാമ്പതിം, ഈ ലോകത്തിലുള്ളതായ സകല സജ്ജനങ്ങളുടെയും ഭക്തന്മാരുടെയും പതിയായിരിക്കുന്നതായ ഭക്തന്മാരുടെ മാത്രം പതിയാണോ ഭഗവാൻ? അല്ല, ജഗൽപതിം, ജഗത്തിൻ്റെ മുഴുവൻ അണ്ടകടാഹങ്ങളുടെ അധിപനാണ് ഭഗവാൻ എന്ന് പറയുക. ഏതെങ്കിലും കുറച്ച് നാമമാത്രമായിരിക്കുന്ന ഒരു ഭൂവിഭാഗത്തിൻ്റെ മാത്രം, ഒരു ദേശത്തിൻ്റെ മാത്രം, ഒരു സംസ്കാരത്തിൻ്റെ മാത്രം അധിപനായിരിക്കുന്ന ഒരു ദേവനല്ല നമ്മളുടെ സങ്കല്പം. ആൽപ്പന്മാരായിരിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഭൂമിയിലെ എന്തെങ്കിലും പദാർത്ഥങ്ങൾ കാണുമ്പോഴേക്കും കിട്ടുമ്പോഴേക്കും അതിൽ ഉടമസ്ഥാവകാശമുണ്ടേ അഭിമാനിക്കാൻ അഹങ്കരിക്കാൻ ഇടയായി തീരുക. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ തിരുവനന്തപുരംകാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളിയാക്കിയിട്ടാണ് സംസാരിക്കുക. സൂക്ഷിക്കണം കേട്ടോ, ആള് തെക്കനാ, പത്മനാഭൻ്റെ മണ്ണെന്നാ വന്നിരിക്കുന്നതെന്ന് പറയും. കേരളത്തിൽ 3 രൂപത്തിലാണ് ഭഗവാൻ വിരാജിക്കുന്നത്. വടക്കൻ കേരളത്തിൽ ഭഗവാൻ നിന്നിട്ടാ, ഗുരുവായൂർ ഭഗവാൻ നിന്നിട്ടാണ്. മധ്യ കേരളത്തിൽ തൃപ്പൂണിത്തുറയിൽ ഭഗവാൻ ഇരുന്നിട്ടാണ്, പൂർണ്ണത്രയീശൻ. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്തോ കിടന്നിട്ടാ. എന്താ അത്ര കിടക്കാൻ കാരണം? നിന്നാ കാലുവാരും അത്രേ. തിരുവനന്തപുരംകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് സാധാരണ കളിയാക്കി പറയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം തിരുവനന്തപുരത്ത് നിന്നാന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു പ്രൗഢിയാ. ഇപ്പം പത്മനാഭസ്വാമിക്ക് നല്ല വിലയാ. ഇന്നേ വരെ ആ പത്മനാഭസ്വാമിയെക്കുറിച്ച് അന്വേഷിക്കാത്തതായ ആൾക്കാരൊക്കെ ഒന്നും പത്മനാഭസ്വാമിയെക്കുറിച്ച് കേമായിട്ടങ്ങ് വർണ്ണിക്കുകയാണ്. മുമ്പ് 400 അർച്ചനകൾ വന്നിരുന്നതായ സ്ഥലത്ത് ഇന്ന് 2000 അർച്ചനകളാണ് നിത്യേന വന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗവതത്തിൽ തന്നെ ഒരു സമാന രംഗം നമ്മൾ കാണാൻ സാധിക്കും. ഭഗവാൻ പാലാഴിയിൽ നിന്ന് ധന്വന്തരമൂർത്തിയായിട്ടങ്ങ് ആവിർഭവിച്ചതായ വേളയിൽ ദേവന്മാർ ധന്വന്തരമൂർത്തിയായ ഭഗവാനെ അങ്ങ് വീണ് വണങ്ങി വാഴ്ത്തി സ്തുതിച്ചു. ആസരന്മാർ വാഴ്ത്താനും വണങ്ങാനൊന്നും നിന്നില്ല, അവർ അമൃത കലശത്തേക്ക് തട്ടിക്കൊണ്ടുപോയി. ദേവന്മാർ നമസ്കരിച്ച് എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ധന്വന്തരി ഭഗവാന്റെ കയ്യിൽ അമൃത കലശവും ഇല്ല. ദേവന്മാർ സ്തുതി അങ്ങ് നിർത്തി. എന്താ അതിലൂടെ കാണിക്കുന്നത്? സ്തുതിക്കണമെങ്കിൽ എന്ത് വേണം? കയ്യിൽ വല്ലതൊക്കെ ഉണ്ടാവണം, എന്നാലേ സ്തുതിക്കാൻ ആൾക്കാരുണ്ടാവുള്ളൂ അല്ലേ. ഇനി മരിച്ചുപോയി, മുത്തശ്ശനൊക്കെ മരിച്ചുപോയി, ഇല്ലെങ്കിൽ മക്കൾ കരയാൻ വരണമെങ്കിൽ എന്ത് വേണം? കാതിലും കഴുത്തിലൊക്കെ വല്ലതും ഉണ്ടാവണം, എന്നാലേ കരയാനും അന്വേഷിക്കാൻ ആൾക്കാരുണ്ടാവുള്ളൂ. ലോകത്തിൻ്റെ സ്വഭാവം. ഇന്നേ അവരെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ ഇന്ന് പത്മനാഭസ്വാമിയെ തിരിഞ്ഞു നോക്കുകയാണ്. പത്മനാഭസ്വാമിയുടെ മഹാനിധിയുടെ ലോകം ഞെട്ടി. അല്ലെങ്കിൽ വത്തിക്കാൻ മുഴുവൻ വാങ്ങിക്കാനുള്ളതായ അത്രയും മഹാനിധിയാണ് നമ്മൾക്ക് അവിടെ കണ്ടെത്താനിക്കൂടെ സാധിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യായുസ് മുഴുവൻ ഒരു മനുഷ്യൻ എല്ലുനുറുകി പണിയെടുത്താലും ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റാത്തത്ര കനക കൂമ്പാരങ്ങൾ കൺമുന്നിൽ മിന്നി തളയും കൊണ്ടങ്ങ് കഴിയാണ്. ഏതൊരാളെയും, സാധാരണക്കാരനായ ഏതൊരാളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്, വിസ്മയിപ്പിക്കുന്നതാണ് മഹാനിധി. എന്തുകൊണ്ട്? ആത്മന്മാരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു മഹാനിധിയാണ്. അണ്ടകടാഹങ്ങളുടെ അധിപനായ ഭഗവാന് ഇതെന്തൊരു നിധി അല്ലേ. ഈ ലോകത്തുള്ളതായി സ്വർണം മുഴുവൻ ഭഗവാന്റെ അല്ലേ. ഈ പ്രപഞ്ചം മാത്രമല്ലേ, ഭൂമി മാത്രമല്ല, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ഉടയവനായിരിക്കുന്ന ഉടയ തമ്പുരാന് ഇതിലൊക്കെ എന്തുണ്ടൊരർത്ഥം? സ്വല്പം പോലും ഇല്ല. മഹാനിധിയിലല്ല മഹത്വം ഇരിക്കുന്നത്. പിന്നെയോ ആ മഹാനിധി ഭഗവാൻ അർപ്പിച്ചതായ ഭക്തന്മാരുടെ ആ രാജവംശത്തിൻ്റെ ഭക്തിയുടെ മഹത്വമാണ്, ഭക്തിയുടെ തിളക്കമാണ് ലോകമെന്നും മാനിക്കുന്നത്, ലോകത്തിനെന്നും തിളക്കത്തെ കൊടുക്കുന്നത്. ഇവിടെ പറയുക, ജഗത്തിൻ്റെ മുഴുവൻ അധിപനായിരിക്കുന്നതായ അണ്ടകടാഹങ്ങളുടെ അധിപനായിരിക്കുന്നതായ ഭഗവാനെ സുനന്ദൻ, നന്ദൻ, പ്രബലൻ, അർഹണൻ മുതലായിരിക്കുന്നതായ പാർഷദന്മാരാൽ പരിസേവിതനായിരിക്കുന്നതായ രൂപത്തിൽ ബ്രഹ്മദേവനങ്ങ് ദർശിക്കുകയാണ്. എങ്ങനെയാ ഭഗവാൻ വിരാജിച്ചത്? ഭൃത്യപ്രസാദ അഭിമുഖം തൃഗാസവം പ്രസന്നഹാസാരണലോചനാനനം. തൻ്റെ ആശ്രിതന്മാരിൽ എപ്പോഴും പ്രസാദിച്ചിരിക്കുന്നതായി തിരുമുഖത്തോടു കൂടിയിട്ട് ആശ്രിത വത്സലനാണ് ഭഗവാൻ. എന്താ അതിലൂടെ കാണിക്കുന്നത്? നമ്മെ ആശ്രയിക്കുന്നവരെ നമ്മൾ രക്ഷിച്ചാലേ നമ്മൾ ആശ്രയിക്കുന്നവൻ നമ്മളെ രക്ഷിക്കുള്ളൂ. നമ്മൾ
നമ്മുടെ കീഴെയുള്ളതായ ആൾക്കാരോട്, നമ്മളുടെ ചുറ്റും കഴിയുന്നതായ ആൾക്കാരോട് എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത്, അതുപോലെ ആയിരിക്കും നമ്മളോട് നമ്മളുടെ മേലുള്ള ആൾക്കാർ, നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ പെരുമാറാനിടയായി തീരുക. നിന്നോടെങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ നീയും പെരുമാറുക. കേട്ടിട്ടുണ്ടല്ലോ? ആര് പറഞ്ഞതാ? യേശുവും കോശുവൊന്നുമല്ല, വ്യാസഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഇവിടെ വ്യാസന്റെ മക്കളായ നമ്മൾ വ്യാസഭഗവാൻ പറഞ്ഞത് ഏറ്റു പറയാതെ പിന്നെ ആര് പറയുന്നതാ? ഇല്ലേ? വ്യാസോച്ഛിഷ്ടം ജഗൽ സർവം. വ്യാസൻ പറയാത്തായിട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഭഗവാന്റെ ആ ആശ്രിത വാത്സല്യം എന്താ പഠിപ്പിക്കുന്നത്? നമ്മളെ ആശ്രയിക്കുന്നവരെ നമ്മൾ രക്ഷിച്ചാലേ നമ്മളെ ആശ്രയിക്കുന്നവൻ നമ്മളെ രക്ഷിക്കുള്ളൂ. നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവരെ നമ്മൾ രക്ഷിക്കാതെ, അവരെ സ്നേഹിക്കാതെ, സേവിക്കാതെ, നമ്മൾക്ക് ചുറ്റുമുള്ളതായ സകല ചരാചരങ്ങളെയും ഭഗവത് സ്വരൂപമായി കണ്ട് സ്നേഹിക്കാതെ ഏത് ഈശ്വരൻ നമ്മളുടെ പേരിൽ പ്രസാദിക്കാൻ പ്രയാസമാണ്. ഒരു ഭക്തിയുടെ ഉദാത്തമായോ ഉന്നതമായിരിക്കുന്ന ഭാവം ഈ വിശ്വപ്രേമമാണ്. ആ വിശ്വപ്രേമം സ്വരൂപം കൊണ്ടു നിൽക്കുന്നതായ സ്വരൂപത്തോടു കൂടിയിട്ട് ആശ്രിത വത്സലനായിരിക്കുന്ന ഭഗവാൻ തൃക്കൺ കടാക്ഷത്താൽ തന്നെ സകലവിധ സംസാര രോഗങ്ങളെ നശിപ്പിക്കാൻ തക്കതായ ദൃഷ്ടിയോടുകൂടി കാരുണ്യ ദൃഷ്ടിയോടുകൂടി പുഞ്ചിരിപ്പൂന്നിലാവ് ധുർത്തുകൊണ്ട് കടകുണ്ടലാദി ആഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് സ്വയേവധാമൻ രമമാണമീശ്വരം എപ്പോഴും സ്വന്തം സ്വരൂപത്തിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നതായ ഭഗവാൻ. സാധാരണ ജീവന്മാരാവട്ടെ മറ്റു പദാർത്ഥങ്ങളെ കിട്ടിയാലേ അന്യവസ്തുക്കളിലേ അവർക്ക് ആനന്ദം കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നാൽ ലോകം മുഴുവൻ പണിയെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാ? സുഖം കിട്ടാൻ വേണ്ടിയിട്ടാ. അല്ലേ? സുഖമാണ് എല്ലാവരുടെയും ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം. ആ സുഖത്തെ അന്വേഷിച്ചുകൊണ്ട് നാനാവിധ പദാർത്ഥങ്ങളിൽ അവർ സുഖത്തെ കണ്ടുകിട്ടാനായിക്കൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സുഖമിരിക്കുന്നത് അന്യവസ്തുക്കളിലല്ല, ബാഹ്യ പദാർത്ഥങ്ങളിലല്ല, പിന്നെയോ തന്നിൽ തന്നെയാണ് സുഖമിരിക്കുന്നത്. ബാഹ്യവസ്തുക്കളിലാണ് സുഖമിരിക്കുന്നതെങ്കിൽ ആ ബാഹ്യവസ്തുക്കൾ എല്ലാവർക്കും എല്ലായ്പ്പോഴും സുഖത്തെ കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാര ഒരാൾക്ക് മധുരമാണെങ്കിൽ ഒരാൾക്ക് ദുഃഖമാണ്. അപ്പോൾ പഞ്ചസാരയിലല്ല സുഖം എന്നുള്ളത് വ്യക്തം. സുഖം എവിടെ ഇരിക്കുന്നു? തന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. തന്നിൽ തന്നെയാണ് സുഖമിരിക്കുന്നത് എന്ന അറിവില്ലായ്മയിൽ നിന്നാണ് എല്ലാവരിലും ആഗ്രഹം ഉണ്ടാവുന്നത്. ആ ആഗ്രഹത്തിൽ നിന്നാണ് കർമ്മം ഉണ്ടാവുന്നത്. കർമ്മത്തിൽ നിന്നാണ് കർമ്മഫലങ്ങൾ ഉണ്ടാവുന്നത്. കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് ജന്മങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സംസാരത്തിൻ്റെ ഉൽപ്പത്തി എവിടെ നിന്നാണ്? തന്നിലാണ് സുഖമിരിക്കുന്നത് എന്ന ആ അറിവില്ലായ്മയിൽ നിന്ന്. അറിവില്ല എന്നുള്ളതിന് ഒറ്റ വാക്കാണ് അജ്ഞാനം. ആ അജ്ഞാനത്തിൽ നിന്നാണ് സംസാരത്തിൻ്റെ ഉൽപ്പത്തി. ഭഗവാനാവട്ടെ ജ്ഞാനസ്വരൂപനാണ്. അറിവിൻ്റെ സ്വരൂപമാണ് ഈശ്വരൻ. അറിവിൻ വടിവിൽ താൻ ആണ്ടവനിരിപ്പാർ. തമിഴിൽ പറയും അറിവിൻ്റെ രൂപത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന്. എല്ലാറ്റിലും ഉപരിയായിട്ട് അറിവിനെ അറിഞ്ഞ് ആദരിക്കുന്നത് ഒരു പാരമ്പര്യമാണ് നമ്മുടെ ഭാരതത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൻ്റെ പതാക ഏത് വർണ്ണമാ? ഭാരത പതാക ത്രിവർണ പതാകയല്ല. 1930 അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒത്തുകൂടിയിട്ട് ഒരു തീരുമാനം എടുത്തു അത്രേ, ഭാരത സ്വതന്ത്രമായാൽ എന്തായിരിക്കണം പതാക വേണ്ടത് എന്ന്. അന്നേരം അതിൽ ഭൂരിപക്ഷം അഭിപ്രായം ഉണ്ടായത് ഭാരതത്തിൻ്റെ പതാക കാവ്യ പതാക ആയിരിക്കണം എന്നത്രേ. അന്നേരം ഭാരതീയ സംസ്കാരത്തിൽ സ്വല്പം പോലും വിശ്വാസമില്ലാതിരുന്ന നിരീശ്വരവാദിയായിരിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞു അത്രേ അതൊരു മതത്തിൻ്റെയാണ്, വർഗീയമാണ്, അത് വേണ്ട എന്ന് പറഞ്ഞതങ്ങ് മാറ്റി. എന്നിട്ട് ത്രിവർണ പതാകയെ സ്വീകരിച്ചു. ഹിന്ദുക്കളെ സന്തോഷിപ്പിക്കാനായി ഒരു കാവിത്തുണ്ട് മേലെ വെച്ചു. മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാനായി ഒരു പച്ചത്തുണ്ട് താഴെയും വെച്ചു. ഇവർ രണ്ടുപേരും ഒരിക്കലും ചേർന്നിരിക്കരുത് എന്ന് കരുതി ഒരു വെള്ളത്തുണ്ട് നടുവിലും വെച്ചു. അങ്ങനെ ഒരു പതാകയും ഉണ്ടാക്കിയെന്നാ. എന്താ നാഷണൽ ഫ്ലാഗിനെ അധിക്ഷേപിക്കുകയാണോ? തോന്നിപ്പോവും. സത്യമായി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. ഭാരതത്തിൻ്റെ സംസ്കാരം കാവ്യാണ്. എന്തുകൊണ്ട് കാവ്യെ കൽപ്പിച്ചിരിക്കുന്നു? കാവി അഗ്നിയുടെ പ്രതീകമാണ്. എന്താണ് അഗ്നി? അഗ്രണീർ ഭവതീതി അഗ്നി. നമ്മെ മുന്നോട്ട് നയിക്കുന്നതാണ് അഗ്നി എന്ന് പറയുന്നത്. നമ്മെ മുന്നോട്ട് നയിക്കുന്നത് അറിവാണ്. എല്ലാറ്റിലും ഉപരിയായി അറിവിനെ അറിഞ്ഞ് ആദരിക്കുന്നവരാണ് ഭാരതീയർ. ഭഗവാൻ അറിവിൻ്റെ സ്വരൂപത്തിലിരിക്കുന്ന ആളായതുകൊണ്ട് എന്നും തന്നിൽ തന്നെ രമിച്ചുകൊണ്ട് ആനന്ദപൂർണനായി വർദ്ധിക്കുന്നതായ രൂപത്തിൽ ബ്രഹ്മദേവനെ ദർശിക്കാനായിട്ട് സാധിച്ചു.
തൻ്റെ മുന്നിൽ തപസ് കൊണ്ട് തന്നെ സന്തോഷിപ്പിച്ചു നിൽക്കുന്നതായ ബ്രഹ്മദേവനെ കണ്ടതായ വേളയിൽ ബഭാഷീഷസ്മിതശോജിഷാഗിരാ, മന്ദസ്മിത സുന്ദരമായി തിരുമുഖത്തോടു കൂടിയിട്ട്, പുഞ്ചിരി തൂകുന്നതായി തിരുമുഖത്തോടു കൂടിയിട്ട് ബ്രഹ്മദേവനോട് ഭഗവാൻ അങ്ങ് അരുളി ചെയ്തു. എന്താ ഭഗവാൻ ചിരിക്കാനൊരു കാരണം? ആരെങ്കിലും വെറുതെ ചിരിക്കുമോ? ഊണ് കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ഒരമ്മയിരുന്ന് വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുക. എന്തു പറയും? അയ്യോ, ഊണ് കഴിക്കാൻ പോകുന്നവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കുഴപ്പമായി തോന്നിയെന്ന് വരും. ഒരു ചിരി ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു കാരണമുണ്ട്. ഭഗവാൻ ഇപ്പോൾ ചിരിക്കാനുള്ള കാരണം എന്താ? ചിരിച്ച് മുഖത്തോടുകൂടി അരുളി ചെയ്യാൻ കാരണം, ബ്രഹ്മദേവൻ ഇത്രയും വർഷം തപസ്സനുഷ്ഠിച്ചു. എന്തിനു വേണ്ടി? അറിയേണ്ടതായ ആ ആത്മവസ്തുവിനെ അറിയാനായിക്കൊണ്ട് നേരായ മാർഗത്തിൽ തൻ്റെ ആ അശരീരി വാക്കിനെ തപാ എന്നുള്ളതായ തിരുവായ്മൊഴിയെ ശ്രവിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിച്ചു. നേരായ മാർഗത്തിലൂടെ സത്യത്തെ അന്വേഷിച്ചില്ലെന്നതായി ജീവനെ കാണുന്നതായ വേളയിൽ, യഥാർത്ഥ ഭക്തനായി കാണുന്നതായ വേളയിൽ ഭഗവാന് പരമസന്തോഷം തന്നെയാണ്. ചിരിച്ച മുഖത്തോടുകൂടിയിട്ട് ഭഗവാൻ അരുളി ചെയ്യാണ്, ത്വയാഹം തോഷിത സദ്രങ് വേദഗർഭസി സുരക്ഷയാം ചിരം പ്രതേന തപസാ ദുസ്തോഷക്കൂടയോഗിനാം. ഹേ ബ്രഹ്മദേവ, അങ്ങയുടെ തപസ്സുകൊണ്ട് ഞാൻ പരമസന്തുഷ്ടനായിരിക്കുന്നു. നേരായ മാർഗത്തിലൂടെ അങ്ങ് അനുഷ്ഠിച്ചതായ തപസ് തന്നെ എൻ്റെ പ്രീതിക്ക് കാരണമായി തീർന്നിരിക്കുകയാണ്. നേരായ മാർഗത്തിലൂടെ ഭഗവാനെ അന്വേഷിച്ച് ചെല്ലുന്നതായ ആൾക്കാർ എന്നും വിരളമാണ്. ഇന്ന് താൻ തെറ്റായ വഴിയിലൂടെ പോകുന്നു എന്ന് മാത്രമല്ല, ചക്ഷുഷ്മതാന്ത ഇവ നിയമാനാഹ എന്ന് പറയുന്ന പോലെ, കണ്ണുവട്ടൻ വേറൊരു കണ്ണുവട്ടനെ നയിക്കുന്ന പോലെ തെറ്റായ മാർഗത്തിലൂടെ ലോകത്തെ ചലിപ്പിക്കുന്നതായ കാലമാണ്, ലോകമാണ്. അങ്ങനെയുള്ളതായ മാർഗങ്ങളിലൂടെ ഒന്നും അല്ലാതെ നേരായ മാർഗത്തിലൂടെ തപസ് ചെയ്താൽ മാത്രം പ്രാപിക്കാൻ പറ്റുന്നതായ എന്നെ തപസ് കൊണ്ടങ്ങ് സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ ദർശനം കിട്ടി എന്നുള്ളത് തന്നെയാണ് അങ്ങയുടെ തപസ്സിൻ്റെ പരമഫലം എന്ന് പറയുന്നത്. നദികളുടെ ഒഴുക്ക് ഏതുവരെയുണ്ട്? സമുദ്രത്തിൽ എത്തിച്ചേരുന്നവരെ മാത്രമേ ഉള്ളൂ. നദികൾ എപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നതായ പാഠം എന്താ? ഇന്നിപ്പോൾ ആകെ കേരളം മുഴുവൻ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നതായ പ്രശ്നം എന്താ? മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ കേരളം പൊട്ടും, എല്ലാവരും പൊട്ടും എന്ന ഭീഷണിയിലാണ്. ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ നദിയെ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനെ തട്ടി നീക്കും. ഇനി അഥവാ തട്ടി നീക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് വഴിമാറി ഒഴുകിപ്പോവും. ഒരിക്കലും വന്ന ദിക്കിലോട്ട് തിരിച്ചൊഴുകില്ല നദി. അതായത് മുന്നോട്ട് 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 എന്ന സിദ്ധാന്തത്തെ പഠിപ്പിക്കുകയാണ്. വെപ്രാളം കാണിച്ചുകൊണ്ട് എന്തിനും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ട് ഒഴുകുന്നതായ നദി എവിടേക്കാണ് ഒഴുകുന്നത്? സമുദ്രത്തിലോട്ട്. സമുദ്രത്തിലെത്തിക്കഴിഞ്ഞാൽ ഹാവു സമാധാനം എന്ന ഭാവത്തിലാണ്. ഇപ്പോൾ ഗംഗാസാഗർ സംഗമത്തിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ആ ഗംഗാനദി വളരെ ശാന്തമായ ഭാവത്തിൽ ലക്ഷ്യത്തിലെത്തിയതായ തൃപ്തിയോടുകൂടി കഴിയുന്നതായ കാഴ്ച കാണാൻ സാധിക്കും. എല്ലാവിധ സാധനാനുഷ്ഠാനങ്ങളുടെയും പരമഫലം എന്നെ ദർശിക്കൽ, എന്നെ സാക്ഷാത്കരിക്കില്ല എന്നുള്ളതാണ്. അത് നേടാനും കൂടി സാധിച്ചില്ലേ, അതുതന്നെയാണ് എൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. സകല സാധനങ്ങളും സാധ്യത്തെ നേടുന്നതിന് വേണ്ടിയാണ്. സാധ്യം സാക്ഷാത്കാരമാണ്. ആ സാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞു ബ്രഹ്മദേവ. മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം യദുപശ്രുത്യരഹസീച്ചകർത്ത പരമം തപഃ. എൻ്റെ വാക്കിനെ അനുസരിച്ചുകൊണ്ട് കഠിനമായ തപസ്സിലേർപ്പെട്ടില്ലേ? തപസ് എന്ന് പറയുന്നത് എൻ്റെ ഹൃദയമാണ്. തപസ് കൊണ്ട് മാത്രമേ എന്നെ അറിയാനെ കൊണ്ട് സാധിക്കൂ. വേറെ ഒരു മാർഗത്തിലൂടെയും എന്നെ അറിയാനെ കൊണ്ട് സാധ്യമല്ല. എന്താണ് അങ്ങേക്ക് വരം വേണ്ടത്? തപസ് കൊണ്ട് സന്തുഷ്ടനായിരിക്കുന്നതായ എന്നിൽ നിന്നും വേണ്ടതായ വരത്തെ അങ്ങ് വരിച്ചുകൊള്ളൂ നിങ്ങൾ അരുളി ചെയ്യാണ്. അത് കേട്ടതായ സമയത്ത് ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുകയാണ്, ഭഗവൻ സർവഭൂതാനാം അധ്യക്ഷോപസ്ഥിതോ ഗുഹാം. സകല ജനാചരങ്ങളുടെയും ഉള്ളിൽ ആത്മസ്വരൂപിയായി വർത്തിക്കുന്നതായ അവിടത്തോട് ഈ ഉള്ളവൻ പ്രത്യേകിച്ച് വല്ലതും അറിയിക്കാനുണ്ടോ ഭഗവാനെ? അന്തരംഗത്തിലെ ചിന്തയെല്ലാം ആദിനാരായണൻ അറിയുന്നുണ്ട്. സകല ബുദ്ധിവൃത്തികൾക്കും സാക്ഷിമാത്രനായി നിൽക്കുന്ന ആളാണ് ഭഗവാൻ. അല്ലേ? ഭഗവാനോട് നമ്മളൊന്ന് പറഞ്ഞിട്ട് വേണം അറിയാൻ എന്നുള്ളതില്ല. പലരും ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറക്കെ പ്രാർത്ഥിക്കും. നമ്മൾ അമ്പലത്തിൽ ചെന്ന് അർച്ചനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ കേരള സമ്പ്രദായത്തിൽ കുറച്ച് കുറവാണെങ്കിലും ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അർച്ചന കഴിച്ച ആൾക്ക് തൃപ്തി വരണമെങ്കിൽ എന്ത് വേണം? അകത്തെ പൂജാരി ഉറക്ക ചൊല്ലണം, ഓം വിശ്വസ്മൈ നമഃ. അല്ലേ? ആ പുറത്ത് നോക്കും ആരാ വന്നിരിക്കുന്നത് എന്ന്. അതിനനുസരിച്ച് അതിൻ്റെ വോള്യം കൂടാനും കുറയാനൊക്കെ ഇടയിൽ തീരും. അങ്ങനെ ചെയ്താൽ വരുന്ന ആൾക്കാർ തൃപ്തിയാവുള്ളൂ എന്നാ. അങ്ങനെ ഉച്ചത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം ഭഗവാൻ കേൾക്കാൻ, ഭഗവാൻ അറിയാൻ എന്നുള്ളതില്ല. എല്ലാവരും ബുദ്ധിവൃത്തികൾക്കും സാക്ഷി മാത്രനായി നിൽക്കുന്ന ആളാണ് ഭഗവാൻ.
ഈ വിളക്കിൻ്റെ താഴെ ഇരുന്ന് നമ്മൾക്ക് ഭാഗവതവും വായിക്കാം, കള്ളക്കണക്കും എഴുതാം. വിളക്ക് രണ്ടിനും സാക്ഷിയാണ്. എന്താണോ ചെയ്യുന്നത് ആ അനുഭവം നമ്മൾക്കുണ്ടാവും, വിളക്കിനെ അത് ബാധിക്കില്ല. അതുപോലെ എന്തിനും സാക്ഷി മാത്രമായി നിൽക്കുന്നതായ അവിടത്തോട് പ്രത്യേകിച്ച് വല്ലതും പറയേണ്ട ആവശ്യമുണ്ടോ? എങ്കിലും അവിടുത്തെ മുന്നിൽ യാചിച്ച് നിൽക്കുന്നതായ ഈളവനോട് ഈളവൻ പ്രാർത്ഥിക്കുകയാണ്, ആ പരമമായ ജ്ഞാനത്തെ ഈളവനിൽ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ സ്ഥൂല സൂക്ഷ്മ രൂപങ്ങളെക്കുറിച്ച് അറിയാനുള്ളതായ അദമ്യമായ ആഗ്രഹം ഉള്ളിലുണ്ട്. അവിടുന്ന് സൃഷ്ടിക്കായിക്കൊണ്ട് ഈളവനോട് കൽപ്പിച്ചു, ആ സൃഷ്ടിക്കപ്പെട്ടതായ പദാർത്ഥങ്ങളിൽ നേഹമാന പ്രജാസർഗം ബുദ്ധേയം എരനുഗ്രഹാൽ, ഏത് പ്രകാരത്തിലായാൽ എനിക്ക് സംഘം ഭവിക്കാതിരിക്കുമോ ആ രീതിയിൽ ഈളവനെ അനുഗ്രഹിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും സൃഷ്ടിക്കപ്പെട്ട പദാർത്ഥങ്ങളോടുള്ളതായ സംഘമാണ് അതിനോടുള്ളതായ രാഗത്തെയും ദേഷ്യത്തെയും സൃഷ്ടിക്കുന്നത്. സംസാരത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? രാഗദ്വേഷത്തിൽ നിന്നാണ്. രാഗദ്വേഷം എവിടെ നിന്നുണ്ടാവുന്നു? സംഘത്തിൽ നിന്നുണ്ടാവുന്നു. സംഘം ച സംസ്കൃതേർ ഹേതുഹു, സംഘമില്ലെങ്കിൽ സംസ്കൃതിയില്ല, സംസാരമില്ല. ഒരു പാട്ടുകാരൻ താൻ പാടിയ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇല്ലേ അതിനോടൊരു മമതയാ. ഒരു ചിത്രകാരൻ താൻ വരച്ചതായ ചിത്രത്തെ കണ്ടു കഴിഞ്ഞാൽ 100 വട്ടം തിരിഞ്ഞും മറിഞ്ഞും നോക്കും. അല്ലേ, ഒന്നും വേണ്ട, നമ്മളുടെ പ്രഭാഷകന്മാർ തന്നെ അവനവൻ പ്രഭാഷണം നടത്തിയതായ CD കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടിട്ട് കേൾക്കുമ്പോൾ ഒരു സുഖം. അല്ലേ, ഈ ലോകത്തിൽ പുതിയതായിട്ട് നമ്മൾക്ക് വല്ലതും പറയാനുണ്ടോ? ഒന്നും തന്നെ ഇല്ല. 54 അക്ഷരങ്ങളിൽ ഒതുങ്ങാത്തതായ ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ ലോകത്തിൽ പുത്തനായിട്ട് ആർക്കും ഒന്നും പറയാനോ കൊണ്ടു നടത്താനോ ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, എൻ്റെ വാക്കുകളാണ് എന്നതായ രീതിയിൽ ഒരു സംഘമുണ്ടായിത്തീരുകയാണ്. ആ സംഘം അത് സംസാരത്തിന് ഹേതുവായി തീരും. അങ്ങനെ ഒരിക്കലും സംഘം ഭവിക്കാതിരിക്കാൻ എന്താണ് മാർഗം? അത് വളരെ നല്ല ചെയ്യണമേ. അവിടെ നിന്നാണ് ഈ അണ്ടകടാഹങ്ങളുടെ എല്ലാം അധിപനായി എന്തിനും കാരണബോധനായി ഇരിക്കുന്നത് എന്നുള്ളതായ തത്വം എന്നിൽ മറയാതിരിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിക്ലവസ്ഥേ പരികർമ്മണി സ്ഥിതോ മാമേ സമുന്നദ്ധമതോജമാനിനഹ, ഞാനാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടികർത്താവ് എന്നുള്ളതായ വർദ്ധിച്ചതായ മതം എന്നെ ഒരിക്കലും ബാധിക്കാനിടയാവരുത്. ഞാനാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടികർത്താവ്, ഞാനാണ് ഇതിൻ്റെ അധിപൻ എന്നുള്ളതായ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അതപ്പം അതിന് ഉറപ്പാണ്. ഈ ലോകത്തിൽ എന്തും നേടുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും എല്ലാം ആത്മസ്വരൂപിയായ ഭഗവാന്റെ സാന്നിധ്യം മാത്രം കൊണ്ടാണ്. ഭഗവാൻ ഇല്ലെങ്കിൽ ലോകത്തിൽ ആർക്ക് എന്ത് സൃഷ്ടിക്കാനെങ്കിലും സാധിക്കും, എന്ത് നേടാനെങ്കിലും സാധിക്കും. ജഗന്നാഥപുരിയിൽ ജഗന്നാഥൻ്റെ രഥോത്സവം നടക്കുകയായിരുന്നു എന്ന്. ലക്ഷോപലക്ഷം ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ജഗന്നാഥൻ്റെ രഥം വലിക്കാനെ കൊണ്ട് ബ്രഹ്മദേവൻ വരുമെന്നുള്ളതാ വിശ്വാസം. ജഗന്നാഥനെ രഥത്തിലോട്ടങ്ങ് എഴുന്നള്ളിച്ച സമയത്ത് ലക്ഷോപലക്ഷം ജനങ്ങളും വീണ് വണങ്ങുകയാണ്. അന്നേരം ആ സമയത്തൊരു പട്ടിക്കുട്ടി ആ രഥത്തിൻ്റെ മുന്നിൽ ചെന്ന് പെടാനിടയായി. അന്നേരം ആ പട്ടി വിചാരിച്ചു, എല്ലാവരും എന്നെയാണ് നമസ്കരിക്കുന്നത്, കണ്ടു ഒരാൾ പോലും എന്നെ നമസ്കരിക്കാതിരിക്കില്ല, എല്ലാവരും എന്നെയാണ് നമസ്കരിക്കുന്നത് എന്ന്. ഈ ലക്ഷോപലക്ഷം ജനങ്ങളും നമസ്കരിക്കുന്നത് ആരെയാ? ജഗന്നാഥനെയാണ്, ഈ ചൊക്കിപ്പട്ടിയല്ല. ചൊക്കിപ്പട്ടറ മുന്നിൽ പിന്നെ എല്ലാവരും വീണത് എന്തുകൊണ്ടാ? ചൊക്കിപ്പട്ടറ പിന്നിൽ ജഗന്നാഥനുള്ളതുകൊണ്ടാ. ഈ ഓരോ ജീവന്മാരാവുന്ന ചൊക്കിപ്പട്ടിക്ക് പിന്നിൽ ആത്മസ്വരൂപിയായ ജഗന്നാഥനുണ്ട് എന്നുള്ളതായ ആ അറിവ് നഷ്ടപ്പെടുന്നതായ വേളയിലാണ് അഹങ്കരിക്കാനിടയായി തീരുക. അങ്ങനെ ഒരു അഹങ്കാരം ഒരിക്കലും ഭവിക്കാതിരിക്കാൻ എന്താ വേണ്ടത്? അതവിടെ നല്ലി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. അന്നേരം ഭഗവാൻ അരുളി, ഹേ ബ്രഹ്മദേവ, ജ്ഞാനം പരമൗഹ്യം മേ യൽവിജ്ഞാന സമന്വിതം സരഹസ്യം തദംഗം ച ഗൃഹാണഗതിതം മയാം. പരമരഹസ്യമായിരിക്കുന്ന ആ ജ്ഞാനത്തെ ഞാൻ അങ്ങക്ക് പറഞ്ഞുതരാം, കേൾക്കൂ. ഇത് ഗുഹ്യെന്നല്ല, പരമഗുഹ്യാണ്, പരമരഹസ്യമാണ് എന്ന് പറയാം. ലോകത്തിൽ രഹസ്യം പല പ്രകാരത്തിൽ കാണാനായിക്കൊണ്ട് സാധിക്കും. ഈ പാരമ്പര്യ വൈദ്യന്മാരായിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ആ ഔഷധങ്ങൾ മരുന്നുണ്ടാക്കുന്നതായ വിദ്യ അത് രഹസ്യമാണ്. ഈ പാലക്കാടൻ ഭാഗത്തൊക്കെ ഈ എണ്ണ കാച്ചി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആ ചേരുവകളൊക്കെ ഇട്ട് എണ്ണ കാച്ചുന്നതായ വിദ്യ അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ല. അത് ഞങ്ങളുടെ കുടുംബസത്വ, തറവാടിൻ്റെ മഹിമ എന്നെല്ലാം പറഞ്ഞ് സൂക്ഷിച്ചു വയ്ക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ രഹസ്യം എന്ന് പറഞ്ഞങ്ങ് സൂക്ഷിച്ചു വയ്ക്കും. ഇത് പരമരഹസ്യമാണ് എന്ന് പറയുക. എന്തുകൊണ്ട് ഇതിനെ ഈ പരമജ്ഞാനത്തെ പരമരഹസ്യം എന്ന് പറയുന്നു?
രാമാനുജ സമ്പ്രദായത്തിൽ, രാമാനുജ ഭാഷ്യത്തിൽ ഇതിൽ പറയുന്നത് ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം എന്ന് വിശേഷിപ്പിക്കുകയാണ്. ധർമാദി കാര്യങ്ങളൊക്കെ ഗുഹ്യങ്ങളാണ്. നമ്മൾ ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുന്നത് രഹസ്യമായി ചെയ്യണം, ഇരുകൈ അറിയാതെ ചെയ്യണം അത്രേ. വലത് കൈ കൊണ്ട് ദാനം ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നാ. നമ്മൾ എന്തെങ്കിലും ദാനം ചെയ്യുന്നതോ ഇല്ലെങ്കിൽ ധർമാദി കാര്യങ്ങൾ ചെയ്യുന്നതോ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം പോയി എന്നാ. ഇതിപ്പോൾ നമ്മൾക്ക് ആരോടെങ്കിലും പറഞ്ഞാലും സമാധാനം ആവുള്ളൂ. ഡൊനേറ്റഡ് ബൈ എന്ന് എഴുതി വെക്കണം. എൻ്റെ പേര് വന്നില്ലെങ്കിൽ പ്രയാസാ. പോയി പേര് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യം പോയിന്നാ. ധർമാദി കാര്യങ്ങൾ എപ്പോഴും ഗുഹ്യമായിരിക്കണം. ഗുഹ്യതരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപാസനാദി കാര്യങ്ങളൊക്കെ നമ്മൾ നാമം ജപിക്കുന്നത്, ധ്യാനിക്കുന്നത്, അതൊക്കെ അതിലും രഹസ്യമായി സൂക്ഷിക്കണം. ഇത് എല്ലാ ദിക്കിലും നമ്മൾ കൊട്ടിഘോഷിച്ച് ഇന്നിപ്പോൾ ഒരു വലിയൊരു പ്രസ്റ്റീജ് പോലെ ഓരോരുത്തരും അങ്ങ് എടുത്തു പറയുക, ഞാൻ മറ്റേ മെഡിറ്റേഷൻ കോഴ്സിന് പോയി കഴിഞ്ഞ് വന്നിരിക്കുന്ന ആൾക്കാരാ. അപ്പോൾ ഒക്കെ കോഴ്സും ക്യാപ്സൂളും ഒക്കെ ആണല്ലോ. അത് വലിയ അഭിമാനത്തോടു കൂടിയിട്ടാണ് പറയുക, ഞാൻ മറ്റേ കോഴ്സ് കഴിഞ്ഞു, ഇനി ആ കോഴ്സ് കഴിഞ്ഞു, ഈ കോഴ്സിലേ ബാക്കിയുള്ളൂ. അല്ലേ? സാഹിബിൻ്റെ സമ്പ്രദായത്തെ അനുകരിച്ചിട്ടാണെങ്കിൽ ഈശ്വര്യമായിട്ടാണല്ലോ പോകുന്നത് എന്നോർത്ത് നമ്മൾക്ക് സമാധാനിക്കുക എന്ന് മാത്രം. ഈ ഉപാസനാ കാര്യങ്ങളിൽ നിന്നും ഒരിക്കലും ഇങ്ങനെ കൊട്ടിഘോഷിക്കേണ്ടതല്ല, മറ്റുള്ളവരോട് പറയേണ്ടതില്ല. അത് അതീവ രഹസ്യമായി വെക്കേണ്ടതാണ്. കാരണം നമ്മൾ ആരംഭദശയിലിരിക്കുന്നതായ ആൾക്കാർ, തത്വത്തെ പൂർണ്ണരൂപത്തിൽ അറിയാത്തതായ ആൾക്കാർ നമ്മളുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കാൻ ഇടയായിത്തീരും. നമ്മളുടെ ഉള്ളിലുള്ളതായ വിശ്വാസ പ്രമാണങ്ങൾക്ക് കോട്ടം തട്ടാനങ്ങ് ഇടയാക്കി തീർക്കും. അതുകൊണ്ട് അതൊക്കെ അതീവ രഹസ്യമായി വെക്കണമെന്ന് പറയുന്നത്. ഉപാസനാദി കാര്യങ്ങളൊക്കെ ഗുഹ്യതരമാണ്. പരമജ്ഞാനമാവട്ടെ, ഭഗവാനെക്കുറിച്ചുള്ളതായ ജ്ഞാനമാവട്ടെ, അത് ഗുഹ്യതമമാണ്, പരമരഹസ്യമാണ് എന്ന് പറയുക. ഈ ലോകത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായ രഹസ്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പരസ്യമായി എന്ന് വരാം. ഒരു ദേശത്ത് ഒരു അമ്മയും മകനും ഉണ്ടായിരുന്നു. മകൻ അമ്മയോട് ചെന്ന് പറഞ്ഞു, അമ്മേ, ഞാൻ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു. എന്നിട്ടോ എൻ്റെ മോൻ എന്ത് ചെയ്തു? ഞാൻ പോസ്റ്റ്മാനായിട്ട് എല്ലാ വീട്ടിലും സൈക്കിളും ചവിട്ടി ചെന്നു എന്ന്. പോസ്റ്റ്മാനായി ചെന്നോ? എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ എല്ലാ വീട്ടിലും എഴുത്തു കൊടുത്തു. എല്ലാ വീട്ടിലും എഴുത്തു കൊടുത്തു. നിനക്ക് എവിടെ നിന്നാണ് എഴുത്തൊക്കെ കിട്ടിയത് എന്ന് ചോദിക്കുക. എന്നിട്ട് മോൻ പറഞ്ഞു, അമ്മേ, അമ്മ അലമാറയ്ക്കകത്ത് അച്ഛൻ ദുബായിൽ നിന്ന് എഴുതി അയച്ചതായി കത്തുകളൊക്കെ റബ്ബർ ബാൻഡിട്ട് എടുത്തു വെച്ചിരുന്നില്ലേ, അത് മുഴുവൻ ഞാൻ എല്ലാ വീട്ടിലും കൊണ്ടുപോയി കൊടുത്തു എന്ന്. അന്നാണ് അമ്മയ്ക്ക് ആകെ അസ്വസ്ഥമായത്. ഇത്രയും കാലം രഹസ്യമായി സൂക്ഷിച്ചു വെച്ച കത്തുകളാ ഒരു സുപ്രഭാതത്തിലെല്ലാം പരസ്യമായി. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ രഹസ്യമെന്ന് കരുതുന്നതായി എന്തും നാളെ പരസ്യമാവും. അരമന രഹസ്യം, അങ്ങാടി പരസ്യം പണ്ടേ പ്രസിദ്ധമാണ്, അതെല്ലാവർക്കും അറിയാം. ഇതൊരിക്കലും ചോർത്താൻ പറ്റാത്തതായ രഹസ്യമാണ് എന്ന് പറയാം. ഒരാളുടെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായ രഹസ്യം നമുക്ക് ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ നമുക്ക് ചോർത്തിയെടുക്കാൻ സാധിച്ചു എന്ന് തരാം. ഒരു മദ്യപാനിയായിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ രഹസ്യങ്ങളൊക്കെ അറിയാൻ എന്ത് ചെയ്താൽ മതി? അതൊക്കെ നന്നായിട്ടറിയാം. കുറച്ച് കൊടുപ്പിച്ചാൽ മതി, ഉള്ളതൊക്കെ പുറത്ത് വരും. ഇനി മദ്യമൊന്നും കഴിക്കാത്ത ആൾക്കാരാന്ന് വിചാരിക്കുക, എന്ത് ചെയ്താൽ മതി? ഉറയും കിടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. ഉറക്കത്തിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുക, ഉറക്കത്തിൽ സംസാരിക്കുക, ചിലപ്പോൾ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് വരാം. ഒരു പക്ഷേ അകത്തുള്ള ഉപബോധ മനസ്സിലൂടെ ആ അകത്തുള്ളക്ക് പുറത്തു വന്നു എന്ന് വരാം. ഇനി അതൊന്നും അല്ലാത്തതായ ആൾക്കാരെ വല്ല ഹിപ്നോട്ടിസ് ചെയ്യുക അങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തെടുക്കാൻ സാധിച്ചു എന്ന് വരാം. അകത്തുള്ളത് എന്തും ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. പക്ഷേ ഈ ആത്മജ്ഞാനാവട്ടെ അങ്ങനെ ഒരിക്കലും ഒരാൾക്ക് ചോർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. എന്തുകൊണ്ട്? രഹസ്യം എന്ന് വെച്ചാൽ പുറത്ത് പറയാതിരിക്കുന്നത്, മനസ്സിൽ മാത്രമായി സൂക്ഷിക്കുന്നതാണ് രഹസ്യം എന്ന് പറയുന്നത് സാധാരണ നിലയ്ക്ക്. ഈ ആത്മജ്ഞാനാവട്ടെ പരമരഹസ്യമാണ്. എന്തുകൊണ്ട്? ഇത് മനസ്സിനും അപ്പുറത്തുള്ളതാണ് എന്ന് പറയാം. മനസ്സിൽ മാത്രമായി സൂക്ഷിക്കുന്നതാണ് രഹസ്യം, മനസ്സിനും അപ്പുറത്തുള്ളതാണ് പരമരഹസ്യം. മനസ്സിൽ മാത്രമേ സൂക്ഷിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ മനസ്സ് എന്ന് വെച്ചാൽ എന്താ? ചിന്തകളെയാണ് മനസ്സെന്ന് പറയുന്നത്. ചിന്തയിൽ ഒതുങ്ങുന്നതാണ് ഇപ്പോൾ രഹസ്യം എന്ന് പറയുന്നത്. ആത്മജ്ഞാനം ആവട്ടെ ചിന്തകൾക്കതീതമാണ്. മനോഗിരാം വിദൂരായ, മനസ്സിനും വാക്കിനും വിദൂരത്താണ് ആ ആത്മതത്വം എന്ന് പറയുന്നത്. മനസ്സിന് അപ്പുറത്തുള്ളതായ ഒരു കാര്യത്തെ എങ്ങനെ ചിന്തകളെ കൊണ്ട് അറിയാനായിട്ട് സാധിക്കും? ചിന്തകൾക്ക് അപ്പുറത്തുള്ളതായ ഒരു കാര്യത്തെ എങ്ങനെ ചിന്തകളെ കൊണ്ട് അറിയാൻ സാധിക്കും? സാധ്യമല്ല. ചിന്തിക്കാൻ പറ്റാത്തതായ ഒരു കാര്യത്തെ എങ്ങനെ വാക്കുകളെ കൊണ്ട് പറയാൻ സാധിക്കും? സാധ്യമല്ല. നമ്മൾക്കൊരു കാര്യം പറയണമെങ്കിൽ അത് ആദ്യം ചിന്തയായിട്ട് ഓടണം. ചിന്തയാണ് വാക്കായിട്ട് വരുന്നത്, വാക്കാണ് പ്രവൃത്തിയായിട്ട് വരുന്നത്. എന്തിനും സൂക്ഷ്മമായിരിക്കുന്നത് ചിന്തകളാണ്. ഈ ആത്മജ്ഞാനാവട്ടെ സൂക്ഷ്മമായ ചിന്തകളേക്കാൾ സൂക്ഷ്മമാണ്. അണോരണീയാൻ എന്നെല്ലാം വിവക്ഷിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. അത് ചിന്തയിലും അധികം സൂക്ഷ്മമായിരിക്കുന്നതാണ്. അതിനൊരിക്കലും ചോർത്താനെ കൊണ്ട് സാധ്യമല്ല. അത് അതീവ രഹസ്യമാണ്.
ഞാൻ ഏത് പ്രകാരത്തിലുള്ളതാണ്, ഏത് ഗുണകർമ്മങ്ങളോടുകൂടിയിരിക്കുന്നതാണ് എന്നുള്ളതായ ജ്ഞാനം എൻ്റെ അനുഗ്രഹത്താൽ അങ്ങക്ക് ഭവിക്കാൻ ഇടയാവട്ടെ ബ്രഹ്മദേവ. എന്താണ് ആ പരമജ്ഞാനം എന്നാണെങ്കിൽ അഹമേവാസമേവാഗ്രേ നാന്യൽ യൽ സരസൽപരം. അഹമേവ, ഈ സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടി സമയത്തും സൃഷ്ടിക്ക് ശേഷവും ഞാൻ മാത്രമേ ഇവിടെ സത്യമായിട്ടുള്ളൂ. യൽ സരസൽപരം, കാര്യകാരണാത്മകമായ പ്രപഞ്ചത്തിൽ ഞാൻ മാത്രമാണ് എന്ന് സത്യമായിരിക്കുന്നത്. ഈ പ്രപഞ്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരനുഭവ പരമ്പരയാണ്. പ്രപഞ്ചം എന്നാൽ എന്ത്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുക അനുഭവം എന്ന് പറയാം. പ്രപഞ്ചം എന്നാൽ അനുഭവമാണ്. ഈ അനുഭവങ്ങളാവട്ടെ ഇത് മാറ്റത്തിന് വിധേയമാണ് അല്ലേ? എന്നും ഒരേ അനുഭവങ്ങളാണോ? അല്ല. നമ്മൾ അനുഭവിക്കുന്നതായ ഈ അനുഭവങ്ങളെല്ലാം തന്നെ 3 മണ്ഡലങ്ങളായിട്ടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. എന്തുകൊണ്ട് ഈ അവസ്ഥാത്രയങ്ങളായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു? 24 മണിക്കൂറിനകത്ത് അഥവാ ഒരു ദിവസത്തിനകത്തോ ഒരു മനുഷ്യ ആയുസിനകത്ത് തന്നെയോ നമ്മൾക്കാകെ ഈ 3 അവസ്ഥകളല്ലാതെ 4മതൊരു അവസ്ഥയില്ല. സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഉണർന്നിരിക്കുക, അല്ലെങ്കിൽ സ്വപ്നം കാണുക, ഇല്ലെങ്കിൽ ഉറങ്ങുക. ഈ ഉണർന്നിരിക്കലും സ്വപ്നം കാണലും ഉറങ്ങലുമാകുന്നതായ ആ അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ അനുഭവങ്ങൾ മാറുന്ന സമയത്ത് അവിടെ മാറാതിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പം ഏതവസ്ഥയിലാണ്? ഇരിപ്പ് കാണുമ്പോൾ ഒരു സംശയം. ഇപ്പം ഏതവസ്ഥയിലാ? ഇപ്പം അതൊരവസ്ഥയിലാ സ്വാമി അല്ലേ? ജാഗ്രത അവസ്ഥയിൽ. ഈ ജാഗ്രത അവസ്ഥയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വന്നിരുന്നപ്പോഴാണ് അറിയാതെ കണ്ണടച്ചു പോയി. ഊണ് കഴിഞ്ഞതിന് ശേഷമുള്ള സെക്ഷനാണ് പറയുന്നത് വേദാന്തമാണ്. എങ്ങനെ ഉറക്കം വരാതിരിക്കും? സുഖമായിട്ടങ്ങ് ഉറങ്ങിയപ്പോഴാ ഒരു സ്വപ്നം, 1 കോടി ഉറുപ്പിക ലോട്ടറി അടിച്ചു അല്ലേ? ഈ ജാഗ്രതയിലുണ്ടാവുന്നതായ അനുഭവമാണോ സ്വപ്നത്തിൽ 1 കോടി ഉറുപ്പിക ലോട്ടറി അടിച്ചു എന്നുള്ളത്? അല്ലാതെ അത് വ്യത്യസ്തമായിരിക്കുന്ന വേറൊരു അനുഭവം. ഇനി സുഷുപ്തിയിലോട്ട് പോയി എന്ന് വിചാരിക്കാം. ഭാഗവതം കേൾക്കാന്നുള്ള ഉദ്ദേശത്തിലെ വന്നിരുന്നതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു വായന? ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ടുറങ്ങി. ആകെ 2 കാര്യമേ ഞാൻ കേട്ടുള്ളൂ. എന്ത്? സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. തുടങ്ങുമ്പോഴും നിർത്തുമ്പോഴും പറഞ്ഞത് മാത്രം. സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതായ അവസ്ഥ സുഷുപ്തിയിൽ. അപ്പോൾ ജാഗ്രതത്തിലെ ഭാഗവതം കേൾക്കുന്നതായ അനുഭവമല്ല സ്വപ്നത്തിലെ സ്വപ്നം കാണുന്നത്, സുഷുപ്തിയിൽ ഉറങ്ങി എന്നുള്ളതായ അനുഭവങ്ങൾ. ഇതെല്ലാം മാറ്റത്തിന് വിധേയമാണ്. ഈ മാറ്റങ്ങളെല്ലാം നടക്കുന്ന സമയത്തോടെ മാറാതിരിക്കുന്നത് എന്ത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. എന്തിനാ ഇരിക്കുന്നത്? ഭാഗവതം കേൾക്കാൻ. ആരാ ഭാഗവതം കേൾക്കുന്നത്? ആരാ അവിടെ ഭാഗവതം കേൾക്കുന്നത്? ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല, ബഹുവചനം പറയാൻ പറ്റില്ല. എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് ഭാഗവതം കേൾക്കാന്നുള്ള ഉദ്ദേശത്തിൽ. പക്ഷേ എത്ര പേര് കേൾക്കുന്നുണ്ട്? എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടായാലും എന്താ സമീപം ചോദിച്ചത്? അപ്പോഴേ അവർ നോർമൽ സ്റ്റേജിലോട്ട്, സാധാരണ നിലയിലോട്ടങ്ങ് വരത്തുള്ളൂ. ഇന്ദ്രിയങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും മനസ്സിവിടെ ഉണ്ടാവില്ല, കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരാൾക്ക് പറയാം, ഭാഗവതം കേൾക്കുന്ന ഒരാൾക്ക് പറയാം, ഞാനാ ഭാഗവതം കേൾക്കുന്നത് എന്ന്. ഞാൻ ഭാഗവതം കേൾക്കുന്നു, സ്വപ്നത്തിൽ ഞാൻ സ്വപ്നം കാണുന്നു, സുഷുപ്തിയിൽ ഞാൻ ഉറങ്ങി എന്ന് പറയുകയാണ്. അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ മാറുന്നുണ്ട്. അനുഭവങ്ങൾ മാറുന്ന സമയത്ത് മാറാതിരിക്കുന്നതായ ഞാൻ എന്നതായ അഖണ്ഡ ബോധം, അതിനെയാണ് ആത്മാവെന്ന് പറയുന്നത്, ഭഗവാൻ എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയാദി ആ അനുഭവങ്ങളെല്ലാം അനുഭവിക്കാൻ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നതായ ഉപാധികൾ, കരണത്രയങ്ങൾ, ശരീരമനോബുദ്ധ്യാദികളാണ്. ശരീരം, മനസ്സ്, ബുദ്ധി, ഇത് 3 മാറ്റത്തിന് വിധേയമാണ്. ഈ ശരീരമനോബുദ്ധ്യാദി കരണങ്ങളോ ഉപകരണങ്ങളോ അഥവാ ഈ അവസ്ഥാത്രയത്തിലെ ആ അനുഭവങ്ങളോ എല്ലാം മാറുന്നതായ സമയത്തും മാറാതിരിക്കുന്നത് ഞാൻ എന്നതായ ആ അഖണ്ഡ ബോധമാണ്. ഞാൻ മാത്രമാണ് എന്ന് സത്യമായിരിക്കുന്നത്. ആ ഞാനിനെയാണ് ആത്മാവെന്ന് പറയുന്നത്. അപ്പം ഞാൻ ആരാ? ആത്മസ്വരൂപിയാണ്. ഞാൻ ആരാ? ആത്മസ്വരൂപിയാണ്. സകല ശാസ്ത്രങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? ഞാൻ ആത്മസ്വരൂപി എന്നുള്ളതായ ആ അവസ്ഥയിലോട്ട് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ്. ആത്മസ്വരൂപിയായിരിക്കുന്ന ഞാൻ, എന്തുകൊണ്ട് ഞാൻ ആത്മസ്വരൂപി എന്നുള്ളതായ ആ അനുഭവം നമ്മൾക്ക് സഹജ സംസ്കാരമായി തീരുന്നില്ല? ഇനി ആരെങ്കിലും ഇവിടെ വെച്ച് കണ്ടു, സത്രത്തിന് കണ്ട സമയത്ത് പുതിയൊരാളെയാ ഇവിടെ വെച്ച് കണ്ടു പരിചയപ്പെട്ടത്, എന്താ പേര് എന്ന് ചോദിച്ചാൽ എന്തു പറയും? ഞാൻ ആത്മസ്വരൂപി. പറയുമോ? പറയില്ല. ഉടനെ പേര് പറയും. ആരുടെ പേര് പറയും? ശരീരത്തിൻ്റെ പേര് പറയും അല്ലേ? ഞാൻ ശരീരം എന്നുള്ളതായ അവസ്ഥയിലാണ്, അനുഭവത്തിലാണ് സാധാരണ ഒരാൾ കഴിയുന്നത്. ഞാൻ ആത്മസ്വരൂപി എന്നുള്ളതായ ആ അവസ്ഥ സഹജ സംസ്കാരമായി തീരാത്ത എന്തുകൊണ്ട്? മായയാലാണ് എന്ന് പറയാം. എന്താണ് മായയുടെ സ്വരൂപം എന്ന് ചോദിക്കാം.
നേരം പറയാ ഹൃദയർത്ഥം യൽ പ്രതീയേര ന പ്രതീയേര ചാത്മനീം. മായയ്ക്ക് രണ്ട് സ്വരൂപങ്ങൾ, വിക്ഷേപമെന്നും ആവരണമെന്നും. ആവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതിനെ അറിയാതിരിക്കുന്നതാണ് ആവരണം, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കൽപ്പിക്കുന്നതാണ് വിക്ഷേപം. സത്യസ്ഥിതി അറിയാതിരിക്കുന്നതാണ് ആവരണം, തെറ്റായി ധരിക്കുന്നത് വിക്ഷേപമാണ്. എപ്പോഴും സത്യസ്ഥിതി അറിയാത്തതിൽ നിന്നാണ് തെറ്റിദ്ധാരണ ഉണ്ടാവാനിടയെത്തിയിരുന്നത്. നമ്മൾ ഇരുട്ടുള്ള സമയത്ത് ഒരു കയറ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പാമ്പായിട്ട് തോന്നും. എന്തുകൊണ്ടത് പാമ്പായിട്ടത് തോന്നി? കയറാണെന്ന് അറിയാത്തത് കൊണ്ടാണ് പാമ്പായി തെറ്റിദ്ധരിച്ചത്. സത്യസ്ഥിതി അറിയാത്തത് കൊണ്ടാണ് അത് നമ്മൾക്ക് അവിടെ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണം. സത്യസ്ഥിതി അറിയാത്തതിനെ അഗ്രഹണം എന്ന് പറയുന്നു, ആവരണം എന്ന് പറയുന്നു. തെറ്റായി ധരിക്കുന്നതിനെ അന്യഥാഗ്രഹണം അഥവാ വിക്ഷേപം എന്ന് പറയുകയാണ്. സത്യസ്ഥിതി അറിയാതിരിക്കുന്നത് ആവരണം, തെറ്റായി ധരിക്കുന്നത് വിക്ഷേപം. ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകുന്ന 3 അനുഭവ മണ്ഡലങ്ങളാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതിൽ ആവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഷുപ്തിയാണ്. ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ടുറങ്ങി എന്ന് പറയുന്നതായ അവസ്ഥ. അപ്പോൾ സുഷുപ്തി ആവരണമാണ്, ജാഗ്രത സ്വപ്നങ്ങളാവട്ടെ വിക്ഷേപമാണ്. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കരുതുന്നതാണ് വിക്ഷേപം എന്ന് പറയുന്നത്, തെറ്റായിട്ട് ധരിക്കുന്നത്. സ്വപ്നം ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കരുതുന്നതാണ്. അപ്പം ജാഗ്രതത്തിലെ അനുഭവം എന്താ? ജാഗ്രതത്തിലെ സ്വപ്നത്തിലാണ് നാം ഓരോരുത്തരും കഴിയുന്നത്. ഇല്ലാത്തതായി ഒന്നിനെ ഉണ്ടെന്ന് കരുതി കഴിയുകയാണ് ഈ ജാഗ്രത അവസ്ഥയിലും. അപ്പം ജാഗ്രതയും സ്വപ്നവും വിക്ഷേപമാണ്, സുഷുപ്തി ആവരണമാണ്. വിക്ഷേപ ആ ആവരണങ്ങളുടെ ഒറ്റ പേരാണ് മായ എന്നുള്ളത്. അപ്പോൾ ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകുന്ന 3 അവസ്ഥകൾ ചേർന്നതാണ് ഒരാളുടെ ജീവിതമെങ്കിൽ ഒരാളുടെ ജീവിതം എന്ന് വെച്ചാൽ എന്താ? മായ എന്ന് പറയാണ്. ഇത് വേണ്ട രീതിയിൽ വിചാരം ചെയ്ത് ഉറപ്പിച്ചുകൊള്ളൂ. അന്വയ വ്യതിരേകാഭ്യാം എൽസ്യാൽ സർവത്ര സർവത. എങ്ങനെ വേണം വിചാരം ചെയ്യുക? അന്വയ വ്യതിരേകമുറയ്ക്ക് വിചാരം ചെയ്ത് ഉറപ്പിച്ചുകൊള്ളൂ. ഏതൊന്നിനാൽ ഈ പ്രപഞ്ചം തോന്നി നിന്നൊടുങ്ങുന്നതും അന്വയ വ്യതിരേകമുറയ്ക്ക് അനുനയിച്ചു വരുന്നതായ മാർഗമാണ് അന്വയമാർഗം എന്ന് പറയുന്നത്. ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകുന്ന അനുഭവ മണ്ഡലങ്ങളിലെ അനുഭവങ്ങളെല്ലാം മാറുന്ന സമയത്ത് മാറാതെ അനുനയിച്ചു വരുന്നതായ ആത്മതത്വത്തെ വിചാരം ചെയ്ത് ഉറപ്പിച്ചുള്ളൂ. ആ ആത്മതത്വം മാറാതിരിക്കുന്നതായ സമയത്ത് മാറിക്കൊണ്ടിരിക്കുന്നതായ പ്രപഞ്ച പദാർത്ഥങ്ങൾ എന്ത്, മാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് വിചാരം ചെയ്ത് മാറാത്തതായ ആത്മവസ്തുവിനെ ബോധിച്ചുള്ളൂ. ഈ ഒരു അറിവുള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടിക്കപ്പെട്ടതായ പദാർത്ഥങ്ങളിൽ സ്വല്പം പോലും ബന്ധം വരാനിടയായി തീരില്ല. ചക്ക വെട്ടുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എണ്ണ പുരട്ടും ഇല്ലേ? ആ കയ്യിലും വെട്ടുകത്തിയിലൊക്കെ എണ്ണ പുരട്ടും. അവസാനം സ്വല്പം കുറച്ച് ചുണ്ടിലും തേക്കും, അത്യാവശ്യം കടിച്ചാൽ ഒട്ടാതിരിക്കാൻ. ഈ ജ്ഞാനം നേരിയിട്ടാണ് സൃഷ്ടിയിൽ ഏർപ്പെടുന്നതെങ്കിൽ സ്വല്പം പോലും ബന്ധം വരില്ല. പരമമായ ജ്ഞാനമാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് എന്ന് ആദിനാരായണ ഭഗവാൻ ബ്രഹ്മദേവനോട് ഉപദേശിച്ചു. ബ്രഹ്മദേവനാവട്ടെ ഇതിനെ തന്നിൽ ഏറ്റവും പ്രയത്നം ചെയ്തിരിക്കുന്നതായ വിനയാനിധി ഗുണസമ്പന്നനായിരിക്കുന്നതായ തൻ്റെ പ്രിയപുത്രൻ നാരദർക്കായിക്കൊണ്ട് ഉപദേശിച്ചു കൊടുത്തു. നാരദ മഹർഷിയാവട്ടെ സരസീ നദീരത്തിൽ ക്ഷമ്യാപ്രാസം എന്നിവരായ ആശ്രമത്തിൽ ധ്യാനനിമഗ്നായിരിക്കുന്നതായ വ്യാസമഹർഷിയുടെ അതിനെ ഉപദേശിക്കാനിടയായി. വ്യാസമഹർഷിയാവട്ടെ സ്വർഗവിസർഗാദി ആശ്രയ പര്യന്തമുള്ളതായ ദശവിധ ലക്ഷണയുക്തമായി ശ്രീമൽ ഭാഗവതമായിട്ട് അതിനെ അങ്ങ് വിസ്തരിക്കാനിടയായി. എന്തിനു വേണ്ടി? സ ആശ്രയ പരബ്രഹ്മ പരമാത്മീയതീയതേ, പരബ്രഹ്മമാകുന്നതായ ആ ആശ്രയത്തെ വ്യക്തമാക്കാൻ വേണ്ടി മറ്റ് 9 ലക്ഷണങ്ങളെയും വിസ്തരിച്ച് ദശവിധ ലക്ഷണയുക്തമായ ഭാഗവത്തെ നിർമ്മിച്ച് ഇനി തൃതീയ സ്കന്ധം മുതൽക്ക് ആ സർഗവിസർഗാദി ആശ്രയ പര്യന്തമുള്ളതായ ദശവിധ ലക്ഷണ രൂപേണയാണ് ഭാഗവത്തെ അനുശാസിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി? ഓരോ സ്കന്ധത്തിനും ഓരോ ലക്ഷണം പറഞ്ഞ് നിർദ്ദേശിക്കുകയാണ്. കലികാല ജനതയാണ്. തോന്നിയ പോലെ വ്യാഖ്യാനിക്കാനോ വളച്ചൊടിക്കാനോ ഇടയായി തീരരുത്. ലക്ഷ്യം ആ പരമസത്യം തന്നെയാണ്. പരമസത്യ സാക്ഷാത്കാരത്തിനുള്ളതായ നേരായ മാർഗത്തെ നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നതിന് വേണ്ടി ഒരടുക്കൻ ചിട്ടയോടുകൂടി ഒരു കുട്ടിയെ കണക്ക് പഠിപ്പിക്കുന്നതായ രൂപത്തിൽ ഓരോ സ്കന്ധത്തിൽ ഓരോ ലക്ഷണത്തെ പറഞ്ഞിട്ട് ഇനി മേൽപോട്ടങ്ങ് ഉപദേശിക്കുകയാണ്. ആ പരമജ്ഞാനം നമ്മൾക്ക് പ്രകാശിക്കാൻ ഇടയാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് നമ്മൾക്ക് ഇപ്പോൾ അർപ്പിക്കാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.